ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആത്മസ്നാനം എന്ന വിഷയമാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കണ്ട കാര്യങ്ങൾ ഒന്നുകൂടെ ഓർപ്പിക്കാം. ആത്മസ്നാനം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ കണ്ടു. അതിനുശേഷം അതിൻ്റെ അനന്തര ഫലങ്ങൾ, ജീവിതത്തിലുണ്ടാകുന്ന സ്വഭാവ ശുദ്ധീകരണത്തെക്കുറിച്ച് കണ്ടു. അത് കഴിഞ്ഞ് കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടു തുടങ്ങിയത് ആത്മസ്നാനത്തിൻ്റെ അടയാളം. അതിനിടയിൽ നമ്മൾ ആത്മാവിനോടുള്ള ഉത്തരവാദിത്തങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞു. അപ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടത് എന്തായിരുന്നു? ആത്മസ്നാനത്തിൻ്റെ അടയാളം അന്യഭാഷയിൽ സംസാരിക്കുന്നതാണ്. അപ്പോൾ അന്യഭാഷ എന്ന് പറയുമ്പോൾ അത് അടയാളവുമാണ്, കൃപാവരവുമാണ്, അല്ലേ? ആത്മസ്നാനം കടന്നു വരുന്നതിൻ്റെ പ്രാഥമിക അടയാളമാണ്. എന്നാൽ അത് സഭയിൽ പിന്നീട് നമ്മൾ ഉപയോഗിക്കുന്ന, അല്ലാതെ ആദ്യ അനുഭവത്തിൽ മാത്രം ഒതുക്കി നിർത്തേണ്ടതല്ല, പിന്നീട് നമ്മൾ സഭയിൽ അത് ഉപയോഗിക്കുന്ന ഒരു കൃപാവരമാണ്. അടയാളം എന്ന രീതിയിൽ ഒരു കൂട്ടം ഒന്നിച്ചുകൂടി വ്യാഖ്യാനമൊന്നും ഇല്ലാതെ ചിലപ്പോൾ അവർ അടയാളത്തിൽ അന്യഭാഷയിൽ സംസാരിച്ചെന്നിരിക്കും. എന്നാൽ കൃപാവരം അങ്ങനല്ല. കൃപാവരം എന്ന രീതിയിൽ അന്യഭാഷ വ്യാഖ്യാനിച്ചില്ലെങ്കിൽ അത് പൊതുയോഗത്തിൽ ഉപയോഗിക്കാൻ പാടില്ല. കാരണം അന്യഭാഷ സംസാരിക്കുമ്പോൾ സംസാരിക്കുന്നവന് ആത്മീക വർധനം ഉണ്ടാകുന്നുണ്ട്, അന്യഭാഷ കേൾക്കുന്നവനൊരു ആത്മീക വർധനമില്ല. അന്യഭാഷ സംസാരിക്കുന്നവൻ ആത്മീക വർധനമുണ്ട്, കേൾക്കുന്നവനില്ല. അതുകൊണ്ട് അത് ആരാധനയിൽ ക്രമീകരിച്ചു. ഇത്രയാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടത്. അപ്പോൾ ഇനി നമുക്ക് കൃപാവരങ്ങൾ എന്ന് പറയുന്ന ആ വിഷയത്തിലേക്ക് തന്നെ കടന്നു വരാം. ഞാൻ ആദ്യം വിചാരിച്ച് ഇന്നുകൊണ്ട് ഇതങ്ങ് തീർക്കാമെന്ന്, പക്ഷേ നോക്കി വന്നപ്പോഴാണ് 7 കാര്യങ്ങൾ പഠിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടി ഇന്ന് പഠിപ്പിക്കാൻ പറ്റത്തില്ല. നമ്മളൊരു സദ്യയൊക്കെ വലിച്ചു വാരി തിന്നാൽ എന്താവും? ദഹിക്കത്തില്ല എന്ന് പറയുന്നത് പോലെ മുറിച്ച് 2 ഭാഗമായിട്ടാണ് ഞാൻ എടുക്കുന്നത്. ഇന്നും അടുത്ത ആഴ്ചയും നമ്മൾ ഇതേ വിഷയം തന്നെ ആയിരിക്കും, അതിൻ്റെ ബാക്കി ഭാഗം. അപ്പോൾ ഇന്ന് നമ്മൾ 4 കാര്യങ്ങൾ ഈ വിഷയത്തെക്കുറിച്ച് പഠിക്കും. അടുത്ത ആഴ്ച നമ്മളിതിൻ്റെ ബാക്കിയുള്ള 3 കാര്യങ്ങൾ, അങ്ങനെ മൊത്തം 7 കാര്യങ്ങളാണ് നിങ്ങളെ ഈ വിഷയത്തിൽ പഠിപ്പിക്കുവാൻ ദൈവാത്മാവ് എനിക്ക് പ്രചോദനം നൽകിയിരിക്കുന്നത്. ഈ 2 ആഴ്ചകളിലും നമ്മൾ 1 കൊരിന്ത്യർ 12, 13, 14 അധ്യായങ്ങളാണ് നമ്മൾ കാണുന്നത്. ദയവ് ഇത് ബൈബിൾ തുറന്ന് 1 കൊരിന്ത്യർ 12 കടക്കാം. ഇന്ന് നമ്മൾ 12-ാം അധ്യായമാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ 4 കാര്യങ്ങൾ പെട്ടെന്ന് നമുക്ക് നോക്കാം. ഇന്നത്തെ വിഷയം ആത്മസ്നാനവും ആത്മീക വരങ്ങളും. ഒന്നാമത്തെ ചോദ്യം, ഈ ആത്മീക വരങ്ങളുടെ നിർവചനം എന്താണ്? എന്താ അതിൻ്റെ അർത്ഥം? അപ്പോൾ അത് മനസ്സിലാക്കുവാൻ നിങ്ങൾ ദയവ് ചെയ്ത് 1 കൊരിന്ത്യർ 12 ശ്രദ്ധിക്കുക. അതിൻ്റെ 1-ാമത്തെ വാക്യം ഞാൻ വായിക്കാം. സഹോദരന്മാരെ, ആത്മീക വരങ്ങളെക്കുറിച്ച് നിങ്ങൾ അറിവില്ലാതിരിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഈ 1-ാമത്തെ വാക്യത്തിൽ പൗലോസ് ഈ വിഷയത്തെക്കുറിച്ച് പ്രതിപാദിക്കുമ്പോൾ ഉപയോഗിച്ചിരിക്കുന്ന വാക്കെന്താണ്? ആത്മീക വരങ്ങൾ, അല്ലേ? അപ്പോൾ അത് പൗലോസ് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. അങ്ങനെ വേറെ 2 വാക്കുകളും കൂടെ പൗലോസ് ഈ അധ്യായത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. 4-ാമത്തെ വാക്യം നിങ്ങളൊന്ന് നോക്കിക്കേ. എന്നാൽ കൃപാവരങ്ങളിൽ വ്യത്യാസമുണ്ട്. ഇവിടെ കണ്ടോ, ഈ വിഷയത്തെ പ്രതിപാദിക്കുമ്പോൾ പൗലോസ് ഉപയോഗിക്കുന്ന വാക്കെന്താണ്? കൃപാവരങ്ങൾ. അപ്പോൾ ആദ്യം പറഞ്ഞു ആത്മീക വരങ്ങൾ, രണ്ടാമത് പറഞ്ഞിരിക്കുകയാണ് കൃപാവരങ്ങൾ. ഇനി അതിൻ്റെ 7-ാമത്തെ വാക്യം ഒന്ന് നോക്കിയേ. എന്നാൽ ഓരോരുത്തൻ ആത്മാവിൻ്റെ പ്രകാശനം പൊതുപ്രയോജനത്തിനായി നൽകപ്പെട്ടിരിക്കുന്നു. ഈ പ്രകാശനം എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകത്തില്ല. പ്രകാശനം എന്നിവിടെ ഉപയോഗിച്ചിരിക്കുന്നതിൻ്റെ അർത്ഥം പ്രത്യക്ഷമാകുക എന്നുള്ളതാണ്. ആത്മാവ് പ്രത്യക്ഷമാകുന്നു, ആത്മാവ് തന്നെത്താൻ പ്രദർശിപ്പിക്കുന്നു. അപ്പോൾ കണ്ടോ, കൃപാവരങ്ങളെക്കുറിച്ച് അപ്പോസ്തലൻ ഉപയോഗിച്ചിരിക്കുന്ന, വിശേഷിപ്പിച്ചിരിക്കുന്ന 3 പദങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് നിർവചനം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. എന്താ ഈ വിഷയം, അല്ലെ? ഒന്നാമത്തേത് ആത്മാവിൻ്റെ വരങ്ങൾ, അല്ലെങ്കിൽ ആത്മീക വരങ്ങൾ. 2-ാമത്തേത് കൃപാവരങ്ങൾ, അല്ലേ? 3-ാമത്തേത് ആത്മാവ് തന്നെത്താൻ വെളിപ്പെടുത്തുന്നു. അപ്പോൾ 3 കാര്യങ്ങൾ നമുക്ക് ഈ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകളിൽ നിന്ന്, വിശേഷണങ്ങളിൽ നിന്ന് തന്നെ പറയാം. ആത്മീക വരങ്ങൾ എന്ന് പറയുമ്പോൾ എന്താ അതിൻ്റെ അർത്ഥം? ആത്മാവ് തരുന്ന ദാനങ്ങളാണിത്. കേട്ടോ എല്ലാവരും? കൃപാവരങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ മനസ്സിലോർത്തണം, ആത്മാവ് നൽകുന്ന ഒരു ദാനമാണിത്, ബാഡ്ജ് അല്ല തൂക്കി നമുക്ക് ഗമ കാണിക്കാൻ. ആത്മാവ് നൽകുന്ന ദാനമാണ്. ആത്മാവ് നമുക്ക് ദാനമായി നൽകുകയാണ്, ഫ്രീ ആയിട്ട് നൽകുകയാണ്, അല്ലേ? 4-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരുന്ന കൃപാവരങ്ങൾ എന്ന് പറയുമ്പോൾ കൃപ എന്നുള്ള വാക്ക് നമ്മൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. കാരണം കൃപ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് എന്താ ഓടി വരുന്നത്? കർത്താവിൻ്റെ ആ മനസ്സലിവ്, ആ ദയോയോടുള്ള തൻ്റെ മനോഭാവം, അല്ലേ? പാപികളെ പൊറുക്കാനൊക്കെ കർത്താവിന്
മനസ്സലിവുണ്ട്, ദയയുണ്ട്. ആ ഒരു മനോഭാവമാണ് നമ്മൾ കൃപയെന്ന് പറയുമ്പോൾ ചിന്തിക്കുന്നത്. പക്ഷെ അവിടെ ഈ അർത്ഥത്തിലല്ല ഇവിടെ കൃപ എന്ന് ഉപയോഗിച്ചിരിക്കുന്നത്. കൃപാവരങ്ങൾ എന്ന് പറയുമ്പോൾ ഇവിടെ കൃപ എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്, കൃപ എന്തും കൂടാണ്, ദൈവത്തിൻ്റെ ശക്തിയാണ്. അല്ലേ? 2 കൊരിന്ത്യർ നമ്മളൊരു വേദഭാഗത്ത് പൗലോസ് പ്രാർത്ഥിക്കുമ്പോൾ പൗലോസിനോട് കർത്താവ് പറയുന്നുണ്ട്, എൻ്റെ കൃപ നിനക്ക് മതി. എന്നിട്ട് അടുത്ത വാക്യത്തിൽ പറയുന്നത്, എൻ്റെ ശക്തി നിന്റെ ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. അപ്പോൾ കൃപ എന്ന് പറഞ്ഞാൽ എന്താണ്? ശക്തിയാണ്. അല്ലേ? മനുഷ്യനെ രക്ഷിക്കുവാൻ ഉള്ള ദൈവത്തിൻ്റെ ശക്തി. ആ ശക്തി എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ കൃപാവരങ്ങൾ എന്ന് ഉപയോഗിച്ചിരിക്കുന്നത്. കർത്താവിൻ്റെ ശക്തി നമ്മളിലൂടെ പുറപ്പെട്ടു വരികയാണ്. എന്തിനാ? മറ്റുള്ളവരെ രക്ഷിക്കുവാൻ, മറ്റുള്ളവരെ കർത്താവിൽ യഥാസ്ഥാനപ്പെടുത്തുവാൻ. അതാണ് അവരെ ശുശ്രൂഷിക്കുക എന്ന് പറയുന്നത്. അല്ലേ? അപ്പോൾ കർത്താവിൻ്റെ ശക്തി ഇറങ്ങി വരികയാണ് നമ്മളിലൂടെ മറ്റുള്ളവരെ സേവിക്കുവാൻ. അതിനുള്ള വരങ്ങളാണിത്. അല്ലേ? കൃപ എന്തിനാണ്? ദൈവത്തിന് മറ്റുള്ളവരെ രക്ഷിക്കുവാൻ, രക്ഷയിൽ അവരെ വളർത്തുവാൻ. അല്ലേ? പക്ഷെ ആ ശക്തി എങ്ങനെയാ തെളിഞ്ഞു വരുന്നത്? എൻ്റെ ഉള്ളത്തിൽ ദൈവം തന്നിരിക്കുന്ന വരങ്ങളിലൂടെ. ഇപ്പം ഞാൻ നിങ്ങളെ ഉപദേശിക്കുന്നു, എനിക്ക് ഉപദേഷ്ടാവെന്നുള്ള വരമുള്ളത് കൊണ്ട് ദൈവത്തിൻ്റെ ശക്തി ഇതിലൂടെ ഇറങ്ങി വന്ന് നിങ്ങളെ വചനത്തിൽ ഉറപ്പിക്കുന്നു, അല്ലാതെ എൻ്റെ കഴിവല്ല. അല്ലേ? അപ്പോൾ ആത്മീക വരങ്ങൾ എന്ന് പറയുമ്പോൾ കർത്താവിൻ്റെ ദാനമാണ്, ആത്മാവിൻ്റെ ദാനമാണ്, പരിശുദ്ധാത്മാവിൻ്റെ ദാനമാണ്. അതുകൊണ്ടാണിത് ആത്മസ്നാനവുമായിട്ട് ചേർന്ന് നമ്മൾ ചിന്തിക്കുന്നത്. ആത്മസ്നാനം വന്നു കഴിയുമ്പോൾ ആത്മാവ് കൂടെ കുറച്ച് ദാനങ്ങളും കൂടെ കൊണ്ടുവരും. എന്താണത്? ഒരു വരം. അല്ലേ? മറ്റുള്ളവരെ ശുശ്രൂഷിക്കാൻ എനിക്കൊരു പ്രാപ്തി. പക്ഷെ അതിലൂടെ എന്താ വെളിപ്പെട്ട് വരുന്നത്? ദൈവത്തിൻ്റെ കൃപ. അപ്പോൾ ദൈവം എന്നിലൂടെ പ്രവർത്തിച്ച് മറ്റുള്ളവർക്ക് ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടുത്തി അവരെ രക്ഷിക്കുന്ന ഒരു പ്രവൃത്തി. മൂന്നാമത് പറഞ്ഞിരിക്കുകയാണ് ആത്മാവിൻ്റെ പ്രകാശനം, അല്ലെങ്കിൽ ആത്മാവിൻ്റെ പ്രദർശനം. അല്ലേ? പരിശുദ്ധാത്മാവ് എന്നിൽ കടന്നു വന്നിട്ട് ആത്മാവ് എന്നിലൂടെ തന്നെത്താൻ വെളിപ്പെടുത്തുകയാണ്. അല്ലേ? ആത്മാവാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. ഇപ്പം ഞാൻ നിങ്ങളെ പഠിപ്പിക്കുമ്പോഴും ആത്മാവാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത്. അല്ലേ? ഇപ്പം എൻ്റെ ഉപദേശ വരത്തിലൂടെ പരിശുദ്ധാത്മാവാണ് ഇവിടെ വെളിപ്പെട്ട് വരുന്നത്. അല്ലേ? ഇപ്പോൾ ഒരാൾക്ക് സൗഖ്യത്തിൻ്റെ വരമുണ്ടെങ്കിൽ ആ വ്യക്തിയല്ല നമ്മളെ സൗഖ്യപ്പെടുത്തുന്നത്, ആ വ്യക്തിയിലുള്ള അല്ലേ ആത്മാവാണ് പ്രത്യക്ഷമാകുന്നത്. അപ്പോൾ കണ്ടോ, 3 കാര്യങ്ങളും നമ്മൾ കണ്ടു. ഇനി ഇതിനോട് ചേർന്നുകൊണ്ട് 1 പത്രോസ് 4-ാം അധ്യായം 10-11 വായിക്കാം. ഓരോരുത്തന് വരം ലഭിച്ചതുപോലെ വിവിധമായ ദൈവകൃപ എന്ന് പറയുന്നതിനേക്കാളും വൈവിധ്യമാർന്ന ദൈവകൃപ. അവിടെയും ദൈവകൃപ എന്ന് ഉദ്ദേശിച്ചിരുന്നത് ഈ കൃപാവരങ്ങളാണ്. പല തരത്തിലുള്ള കൃപാവരങ്ങളുണ്ട്. അല്ലേ? അതാണ് അവിടെ ദൈവകൃപയ്ക്ക് വിവിധ തരം അല്ലെങ്കിൽ വൈവിധ്യമാർന്ന ദൈവകൃപയുടെ ഗൃഹവിചാരകന്മാരാണ്. നമുക്ക് ഈ ദാനം ദൈവം തന്നിരിക്കുന്നത് നമ്മൾ അതിൻ്റെ ഒരു കാര്യസ്ഥനായിട്ടിരിക്കണമെന്ന് വെച്ചിട്ടാണ്. അല്ലേ? അങ്ങനെ അതിൻ്റെ നല്ല ഗൃഹവിചാരകന്മാരായി നമ്മൾ എന്ത് ചെയ്യണം? അന്യോന്യം ശുശ്രൂഷിക്കണം. അപ്പോൾ എനിക്ക് ദൈവം ഒരു കൃപാവരം തരുന്ന എന്തിനാണ്? എനിക്ക് സൂചിച്ചിരിക്കാനല്ല, ഞാൻ അത് ഉപയോഗിച്ച് മറ്റുള്ളവരെ സേവിക്കണം. അപ്പോഴേ ഞാനൊരു വിശ്വസ്തനായ കാര്യസ്ഥനാകുന്നുള്ളൂ. ഗൃഹവിചാരകൻ എന്നൊക്കെ പറഞ്ഞാൽ കാര്യസ്ഥൻ. അല്ലേ? നിങ്ങളെ ഏൽപ്പിച്ച ഒരു ഉത്തരവാദിത്വമുണ്ട്, നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഒരു കൃപാവരമുണ്ട്. അതുപയോഗിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം? അന്യോന്യം ശുശ്രൂഷിക്കണമെന്ന്. ആ 10-ാം വാക്യമാണ് ഈ ആഴ്ചത്തെ കാണാ പഠിക്കാനുള്ള വാക്യം. തുടർന്ന് വായിച്ചാട്ടെ. 11-ാം വാക്യം. പ്രസംഗവരമുള്ള വ്യക്തി എന്ത് ചെയ്യണം? അവന്റെ വീട്ടിൽ നടന്ന കാര്യം അവന്റെ സ്വന്തം കഥയൊന്നുമല്ല പ്രസംഗിക്കേണ്ടത്. ദൈവം അവനിലൂടെ സംസാരിക്കണം. അതാണ് പ്രസംഗ വരമുള്ളവൻ. പ്രസംഗ വരമില്ലാത്തവരും വലിയ വാക്ചാതുര്യമുള്ളവരായിരിക്കും, ചുമ്മാ എന്തെങ്കിലുമൊക്കെ വായിത്തോന്ന് പ്രസംഗിച്ചുകൊണ്ടിരിക്കും. യഥാർത്ഥ പ്രസംഗവരമുള്ളവനെ എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? അവൻ വാ തുറക്കുമ്പോൾ ദൈവം സംസാരിക്കും. അല്ലേ? ദൈവിക വെളിപ്പാടുകൾ നമുക്ക് വചനത്തിൽ നിന്ന് ലഭിക്കുന്നു. വചനത്തിൽ അവന് നമ്മളെ ഉറപ്പിക്കുന്നു. അവന് പ്രസംഗ വരമുണ്ട്. അല്ലേ? കാരണം എന്താണ്? ഇത് ദൈവമാണ് ഈ പ്രവർത്തിക്കുന്നത്. അങ്ങനെ ദൈവത്തിന് പ്രവർത്തിക്കുവാൻ നമ്മളിലൂടെ കഴിയുന്നതിൻ്റെ കാരണമാണ് ഈ കൃപാവരങ്ങൾ. അപ്പോൾ ഒരുത്തൻ പ്രസംഗിക്കുകയാണ് ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ. ഇനി പ്രസംഗവരമില്ല, പ്രവർത്തികളുടെ ഒരു വരമാണെങ്കിൽ പലതും ചെയ്യുന്നു, അങ്ങനെ ഉൾപ്പിറ്റി പോയി പ്രസംഗിക്കുന്നില്ല, അങ്ങനെയുള്ളവൻ എന്ത് ചെയ്യണം? അതാണ് ശുശ്രൂഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് പ്രസംഗം ശുശ്രൂഷ അല്ലെന്നല്ല, വാ കൊണ്ടുള്ള കൃപാവരമൊന്നുമല്ല, അല്ലാത്ത പല കൃപാവരങ്ങളുണ്ടെങ്കിൽ സേവനവരമുള്ളവർ എന്ത് ചെയ്യണം? ദൈവം നൽകുന്ന പ്രാപ്തിക്കൊത്തവണ്ണം ആകട്ടെ. കണ്ടോ, ഈ പ്രാപ്തി ദൈവമാണ് നൽകുന്നത്. അല്ലേ? അതാണ് ഇത് വരമാണ്, ദാനമാണ്, ആത്മാവിന്റെ പ്രകാശനമാണ് എന്നൊക്കെ പറഞ്ഞത്.
എല്ലാറ്റിലും ദൈവം യേശുക്രിസ്തു മൂലം മഹത്വപ്പെടുവാൻ ഇടവരട്ടെ. ഇങ്ങനെ നമ്മൾ ദൈവത്തിന്റെ സഹായത്താൽ അന്യോന്യം സേവിക്കുമ്പോൾ എന്തു പറ്റും? മഹത്വം ആർക്ക് പോകും? ദൈവത്തിന് പോകും. അതുകൊണ്ടാണ് അവർ പറഞ്ഞത് എല്ലാറ്റിലും ദൈവം യേശുക്രിസ്തു മൂലം മഹത്വപ്പെടുവാൻ ഇടവരട്ടെ. ഇടവരട്ടെ. മഹത്വവും ബലവും എന്നേക്കും അവനുള്ളതാണ്. അപ്പൊ ഈ കൃപാവരങ്ങളുടെ പ്രസക്തി കൊണ്ടോ നമ്മൾ നമ്മുടെ സ്വന്തം അറിവിലും ജ്ഞാനത്തിലും കഴിവിലും പ്രാപ്തിയിലും അന്യോന്യം ശുശ്രൂഷിച്ച മഹത്വം നമുക്ക് പോകും. അതുകൊണ്ടാണ് കൃപാവരങ്ങൾ ജ്വലിപ്പിച്ച് അന്യോന്യം നമ്മൾ ശുശ്രൂഷിച്ചാലേ നമ്മുടെ ശുശ്രൂഷയുടെ മഹത്വം പൂർണ്ണമായിട്ടും ദൈവത്തിന് പോകത്തുള്ളൂ. അയ്യോ, ഈ വ്യക്തിയെ കൊണ്ടൊന്നും പറ്റാത്ത കാര്യം, പക്ഷെ ദൈവം ഉപയോഗിച്ച് കണ്ടോ ഈ വ്യക്തി എന്തെല്ലാം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ മഹത്വം ആർക്ക് പോയി? ദൈവത്തിന് പോയി. അപ്പോൾ കൃപാവരങ്ങളിലൂടെ ആയിരിക്കണം നമ്മുടെ അന്യോന്യമുള്ള ശുശ്രൂഷ. അല്ലാതെ എൻ്റെ കഴിവ്, എൻ്റെ പരിചയം, എനിക്കറിയാം, ഞാൻ കണ്ടിട്ടുണ്ട്, എനിക്ക് പഠിച്ചിട്ടുണ്ട്, അങ്ങനെയുള്ളവനെ ദൈവം ഉപയോഗിക്കത്തുമില്ല. അങ്ങനെ ഉപയോഗിച്ചാൽ ഒരു ഗുണവും ഇല്ല. അപ്പോൾ കൃപാവരങ്ങൾ നമ്മളെല്ലാവരും വാഞ്ചിക്കണം. ഈ വാക്യത്തിൽ 4 കാര്യങ്ങൾ പറഞ്ഞോട്ടെ, വേഗം പറഞ്ഞോട്ടെ. ഓരോരുത്തന് എന്നല്ലേ ആദ്യം ആ വാക്യം തുടങ്ങുന്ന 10ാമത്തെ വാക്യം അല്ലേ? അതോ സ്റ്റേജിൽ വരുന്ന 5 പേർക്കുള്ള മാത്രമെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? ദൈവസഭയിലുള്ള എല്ലാവർക്കും ദൈവം ഒരു കൃപാവരം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കൊക്കെ അത് വിശ്വാസമുണ്ടോ? നമ്മുടെയൊക്കെ ഒരു സഭാ പാരമ്പര്യം, പശ്ചാത്തലം, മതപരമായ പശ്ചാത്തലത്തിലെല്ലാം നമ്മൾ കണ്ടിരിക്കുന്നത് എന്താണ്? ഒരു പൂജാരിയുണ്ട്, ഒരു പള്ളിയിലച്ഛനുണ്ട്, ഒരു പൗരോഹിത്യ സമൂഹമുണ്ട്. അവരെല്ലാം ചെയ്തോണം നമ്മളിങ്ങനെ കാഴ്ചക്കാരായിട്ട് ഇങ്ങനെ നോക്കി നിന്ന് അതിൻ്റെ ഗുണമൊക്കെ പ്രാപിച്ചുകൊണ്ടിരിക്കും. അതല്ല ദൈവസഭ. വചനത്തിലെ ദൈവസഭ അങ്ങനല്ല. വചനത്തിലെ ദൈവസഭ എല്ലാ വ്യക്തികളും, രക്ഷിക്കപ്പെട്ട് സഭയുടെ ഭാഗമായിരിക്കുന്ന എല്ലാ വിശ്വാസികൾക്കും ഒരു ശുശ്രൂഷയുണ്ട്. അല്ലാതെ പൂർണ്ണസമയ ശുശ്രൂഷയിൽ ഇറങ്ങിയപ്പോൾ എന്നെ പോലുള്ളവർ മാത്രം ശുശ്രൂഷകനാണെന്ന് പറയുന്നത് ഏതോ പാസ്റ്റർ കണ്ടുപിടിച്ച കാര്യമാണ്. അവർക്ക് കുറച്ച് ഗമയിൽ നടക്കാൻ വേണ്ടിയിട്ട്. നമ്മളെല്ലാവരും പൂർണ്ണസമയ ശുശ്രൂഷകന്മാരാണ്, അതറിയാവോ? പൂർണ്ണസമയ പൗരോഹിത്യ വർഗമാണ് നമ്മളെല്ലാം, രക്ഷിക്കപ്പെട്ട എല്ലാ. അത് പഴയ നിയമത്തിൽ പോലും അങ്ങനെയില്ല, പുതിയ നിയമത്തിലാണ് ഈ കാര്യം. കാരണം എല്ലാവർക്കും പരിശുദ്ധാത്മാവുണ്ട്, എല്ലാവർക്കും പരിശുദ്ധാത്മാവിലൂടെ ഒരു കൃപാവരമുണ്ട്. നിങ്ങളുടെ കൃപാവരം നിങ്ങൾക്കറിയാവും, നിങ്ങളുടെ ശുശ്രൂഷ എന്താണെന്ന് നിങ്ങൾക്കറിയാവും. അയ്യോ ബ്രദർ, ഞങ്ങൾക്ക് ശുശ്രൂഷ, നിങ്ങളെപ്പോലെ ഒരു പ്രസംഗിച്ചിട്ട് പോകണം, ഞങ്ങൾ ശുശ്രൂഷയൊന്നുമില്ല, അങ്ങനെ പറയരുത്. അവിടെ ചെല്ലുമ്പോൾ കർത്താവ് ചോദിക്കും, നിനക്ക് ഞാനൊരു ദാനം തന്നിട്ട് നീ നല്ല ഗൃഹവിചാരകനായിരുന്നോ? അതുകൊണ്ടാണ് ഇത് പഠിപ്പിക്കുന്നത്. അടിസ്ഥാന ഉപദേശത്തിൽ ഇത് പഠിപ്പിക്കുന്നതിൻ്റെ കാരണം ഓരോരുത്തനും ഒരു കൃപാവരമുണ്ട്. രണ്ടാമത്, അതിൻ്റെ നല്ല ഗൃഹവിചാരകന്മാരായി നാം അന്യോന്യം സേവിക്കണം. ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അടിസ്ഥാന ഉപദേശമായിട്ട് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ് ക്രിസ്തീയ ജീവിതം. ഞാനും ദൈവവും വിശുദ്ധിയും മാത്രമല്ല, ഞാനും ദൈവവും വിശുദ്ധിയും, അതിനോടുകൂടെ എന്ത് ചെയ്യണം? അന്യോന്യം നമ്മൾ സേവിക്കണം. ഈ സേവന മനോഭാവമുണ്ടോ? അല്ലേ? ഇതൊക്കെ ഈ ആദ്യം പുതുതായിട്ടുള്ള വിശ്വാസികൾ എല്ലാവരും പഠിക്കണം. കാരണം പിന്നീടല്ല നമ്മളിത് പഠിക്കേണ്ടത്. അല്ലേ? എന്നെ ദൈവം വിളിച്ചിരിക്കുന്നത് എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ വിശുദ്ധിയും എൻ്റെ പരസ്യമായ ക്രിസ്തീയ ജീവിതത്തിൽ സേവനത്തിനും വേണ്ടിയിട്ടാണ്. ഇതാണ് നമ്മൾ വിശ്വാസത്താൽ സൽപ്രവർത്തികൾ ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അല്ലേ? സൽപ്രവർത്തിയാലല്ല രക്ഷിക്കപ്പെടുന്നതെങ്കിലും രക്ഷിക്കപ്പെടുത്തുന്ന വിശ്വാസം ശുദ്ധീകരിച്ച് നമ്മൾ എന്തുണ്ടാക്കുന്നു? സൽപ്രവർത്തികൾ ഉളവാക്കുന്നു. എന്തായി സൽപ്രവർത്തി? എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ വിശുദ്ധിയോടെ നടക്കുന്നു. പരസ്യമായിട്ട് എൻ്റെ സഹോദരന്മാരുടെ നടുവിൽ എന്താ ചെയ്യുന്നത്? ഞാൻ സൽപ്രവർത്തി, അവരെ സേവിക്കുന്നു. അപ്പോൾ വിശുദ്ധിയും സേവനവും ശുശ്രൂഷയും ചേർന്ന് പോകണം. ഇത് പഠിപ്പിക്കേണ്ട കാര്യമാണ്. അപ്പോൾ നമ്മൾ നല്ല ഗൃഹവിചാരകന്മാരായി അന്യോന്യം സേവിക്കണം. ഇങ്ങനെ നമ്മൾ കൃപാവരത്തിൽ ആശ്രയിച്ച് സംസാരിക്കുകയോ ശുശ്രൂഷിക്കുകയോ ചെയ്യുമ്പോൾ അതിൻ്റെ മഹത്വം ദൈവത്തിന് പോകും. കാരണം പ്രവർത്തിക്കുന്നവൻ ദൈവമാണ്. അപ്പോൾ നമ്മൾ 1 കൊരിന്ത്യർ 12 നിന്ന് കൃപാവരങ്ങളെ വിശേഷിപ്പിച്ചിരിക്കുന്ന 3 പദങ്ങളും പത്രോസ് പറഞ്ഞിരിക്കുന്ന ഈ വാക്യവും കണ്ടതുകൊണ്ട് എന്താണ് ആത്മീയ വരം? അതിൻ്റെ ഒരു നിർവചനം ഞാൻ ഇങ്ങനെയാണ് പറയുന്നത്. ഒരാത്മീയ വരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് മറ്റുള്ളവരെ സേവിക്കുവാൻ എനിക്ക് ഒരു പ്രാപ്തി നൽകുന്നു. ആ പ്രാപ്തിയിലൂടെ ഞാൻ സേവിക്കുമ്പോൾ, ശുശ്രൂഷിക്കുമ്പോൾ മറ്റുള്ളവർക്ക് ദൈവകൃപ ലഭിക്കുന്നു, ദൈവത്തിന് മഹത്വവും ലഭിക്കുന്നു. എല്ലാം കൂടെ ചേർത്ത് ഞാൻ ഒന്ന് പറയട്ടെ. ക്രിസ്തുവിലുള്ള മറ്റുള്ളവർക്ക് ദൈവകൃപ ലഭിക്കുവാനും ദൈവം എൻ്റെ ശുശ്രൂഷയിൽ മഹത്വീകരിക്കപ്പെടുവാനും വേണ്ടി എനിക്ക് ദൈവം നൽകുന്ന, പരിശുദ്ധാത്മാവ് നൽകുന്ന ഒരു പ്രാപ്തിയാണ് എന്ത്?
കൃപാവരം അല്ലെങ്കിൽ ആത്മീകവരം. എൻ്റെ സ്വന്തം പ്രാപ്തിയിൽ എനിക്ക് സേവിക്കാൻ പറ്റത്തില്ല. സേവിക്കുവാൻ ദൈവമായിട്ടൊരു പ്രാപ്തി നൽകുകയാണ്. അതിലൂടെ എന്താണ് വെളിപ്പെട്ട് വരുന്നത്? ദൈവകൃപ അല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞു ദൈവത്തിൻ്റെ ശക്തിയാണ് ദൈവത്തിൻ്റെ കൃപ, രക്ഷിക്കുന്ന ശക്തി അല്ലേ? രക്ഷിക്കപ്പെടുക എന്ന് പറയുമ്പോൾ ഈ സുവിശേഷീകരണത്തിലൂടെ ആദ്യ രക്ഷ മാത്രമല്ല. നമ്മൾ നേരത്തെ കണ്ടതുപോലെ രക്ഷ എന്ന് പറയുമ്പോൾ നീതീകരണം, ശുദ്ധീകരണം, തേജസ്കരണം, അങ്ങനെ എല്ലാം ഉണ്ട് അല്ലേ? അപ്പോൾ ഇപ്പോൾ ഞാൻ ഈ പ്രസംഗിക്കുന്ന പ്രസംഗവും നിങ്ങളുടെ ഉള്ളിൽ രക്ഷ വളർത്തുകയാണ് അല്ലേ? നിങ്ങൾ ക്രിസ്തുവിൽ വളർന്നു വരികയാണ്. അപ്പോൾ അങ്ങനെ മറ്റുള്ളവരെ ക്രിസ്തുവിൽ വളർത്തുവാൻ അവർക്ക് ദൈവകൃപ പ്രദാനം ചെയ്യുന്ന ഒരു പ്രാപ്തി എനിക്ക് ദൈവം നൽകുകയാണ് അല്ലേ? അത് ഞാൻ ഉപയോഗിക്കുമ്പോൾ ദൈവത്തിന് മഹത്വം പോകും. ഈ കൃപാവരങ്ങളുടെ വിഷയത്തിൽ ഈ കൃപാവരങ്ങളുടെ പ്രസക്തിയും കൃപാവരങ്ങളുടെ സവിശേഷതയൊക്കെ മനസ്സിലാക്കുകയും അത് എല്ലാ വിശ്വാസികളും പ്രവർത്തിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് എല്ലാ സഭകളുടെയും വിശ്വാസമല്ല. ക്രിസ്തീയ ഗോളത്തിൽ എല്ലാ സഭകളും ഈ പറഞ്ഞിരിക്കുന്ന ദൈവവചനം ഇപ്പം നമ്മൾ വായിച്ചു കേട്ടല്ലോ, ഈ 1 പത്രോസ് 4:10 വിശ്വസിക്കാത്തതാണ് ഒരു ബഹുഭൂരിപക്ഷം സഭകളും. ഇങ്ങനെ കൃപാവരങ്ങൾക്ക് എന്താ പറയുക, അതിൻ്റെ പ്രസക്തിയും അതിൻ്റെ സവിശേഷതയൊക്കെ മനസ്സിലാക്കി അതിന് ഊന്നൽ കൊടുക്കുന്ന സഭകൾക്കാണ് നമ്മൾ എന്ത് പറയുന്നതെന്ന് അറിയാമോ? കരിസ്മാറ്റിക് സഭകൾ എന്നൊക്കെ പറയും. ഞാൻ പ്രസംഗിക്കുമ്പോഴൊക്കെ ഉപയോഗിക്കുന്ന ഒരു വാക്കായതുകൊണ്ട് അതിൻ്റെ നിർവചനം കൂടെ അങ്ങ് പറഞ്ഞേക്കാമെന്ന് വിചാരിച്ചു. ഈ കരിസ്മാറ്റിക് എന്ന് പറഞ്ഞാൽ ഇവിടെ 4-ാമത്തെ വാക്യത്തിൽ എന്നാൽ കൃപാവരങ്ങളിൽ വ്യത്യാസമുണ്ട്. ആ കൃപാവരങ്ങൾ എന്നുള്ള വാക്ക് യവന ഭാഷയിൽ കരിസ്മാറ്റ എന്ന് പറഞ്ഞൊരു വാക്കാണ്. അതിൽ നിന്നാണ് ഇംഗ്ലീഷിൽ ഉരുത്തിരിഞ്ഞ് കരിസ്മാറ്റിക് സഭ. നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ, പെന്തക്കോസ് കരിസ്മാറ്റിക് സഭകൾ എന്നൊക്കെ ചിലർ പ്രസംഗിക്കും. അപ്പോൾ കരിസ്മാറ്റിക് സഭ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞിരിക്കുന്ന പോലെ കൃപാവരങ്ങൾക്ക് ഊന്നൽ കൊടുക്കുന്നുണ്ട്. എല്ലാ വ്യക്തികളും അവരുടെ കൃപാവരങ്ങളിൽ ശുശ്രൂഷിക്കണം എന്ന് പറയുന്ന സഭകൾ. എല്ലാ സഭകളും അത് പറയാറില്ല. കാരണം എന്താണ്? അവിടെ പൗരോഹിത്യ ഒരു കൂട്ടമുണ്ട്. അവർ പറയും ഞങ്ങൾ മാത്രം ശുശ്രൂഷിച്ചാൽ മതി, എല്ലാവരും ഒന്നും ശുശ്രൂഷിക്കുമെന്നും വേണ്ട അല്ലേ? പഴയ മോഡലിലേക്ക് പോക്കോ, പഴയ നിയമത്തിലേക്ക് പോക്കോ. ഞങ്ങൾ കുറച്ച് പേര് പാസ്റ്റർമാരായിട്ടോ അച്ഛന്മാരായിട്ടോ ഒക്കെ കാണും. ഞങ്ങളെല്ലാ ശുശ്രൂഷയുടെയും കുത്തക എടുത്തിരിക്കുകയാണ്, നിങ്ങളൊക്കെ ഇങ്ങനെ ഇരുന്നാൽ മതി. അപ്പോൾ കരിസ്മാറ്റിക് സഭ അങ്ങനല്ല. എങ്ങനെയാണ്? എല്ലാ വിശ്വാസികളും അവരുടെ ദൈവകൃപയാൽ ലഭിച്ചിരിക്കുന്ന കൃപാവരങ്ങൾ ഉപയോഗിച്ച് കർത്താവിനെ മഹത്വീകരിച്ച് അന്യോന്യം സേവിക്കണം. അത് പറഞ്ഞ സ്ഥിതിക്ക് പെന്തക്കോസ് സഭയെ കൂടെ പറഞ്ഞേക്കട്ടെ. പെന്തക്കോസ് സഭ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ട അപ്പോസ്തല പ്രവൃത്തി 2-ാമത്തെ അധ്യായത്തിൽ പെന്തക്കോസ്ത് നാളിലാണ് എന്ത് സംഭവിച്ചത്? ആത്മാസ്നാനം അപ്പോസ്തലന്മാർക്ക് ദൈവം കൊടുത്തത്. അപ്പോൾ ആ പെന്തക്കോസ്ത് അനുഭവം ഇന്നും വിശ്വാസികൾക്കുണ്ടെന്ന് വിശ്വസിക്കുന്ന സഭകൾക്കാണ് എന്ത് പറയുന്നത്? പെന്തക്കോസ്ത് സഭ എന്ന് പറയുന്നത്. അത്രയേ ഉള്ളൂ, ആത്മസ്നാനത്തിൽ വിശ്വസിക്കുന്നവർ. ശരി, അപ്പോൾ കണ്ടോ 12-ാമത്തെ അധ്യായത്തിൽ 1-ാമത്തെ വാക്യം, സഹോദരന്മാരെ ആത്മീക വരങ്ങളെക്കുറിച്ച് നിങ്ങൾ അറിവില്ലാതിരിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കണ്ടോ? അപ്പോൾ ഈ വിഷയം പ്രസക്തമല്ല, ഇതൊന്നും ആരും പഠിക്കണ്ട, ഇതൊന്നും പഠിപ്പിക്കണ്ട എന്ന് പറയാൻ പറ്റില്ല. കാരണം അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നുണ്ടോ, ആത്മീക വരങ്ങളെക്കുറിച്ച് നിങ്ങൾ അറിവില്ലാത്ത, ഇതിൽ അജ്ഞത പാടില്ല നിങ്ങൾ. അതുകൊണ്ടാണ് ഇത് തിരുവെഴുത്തിൽ എഴുതി പഠിപ്പിച്ചിരിക്കുന്നത്, ഉപദേശമായിട്ട് പഠിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് വളരെ കാതലായ വിഷയമാണ്. അപ്പോൾ ഒന്നാമതായിട്ട് നമ്മൾ കണ്ടു കൃപാവരങ്ങളുടെ നിർവചനം. എന്താണ് കൃപാവരങ്ങളുടെ നിർവചനം? അന്യരെ സേവിച്ച് അവരെ ക്രിസ്തുവിൽ വളർത്തുവാൻ എനിക്ക് ആത്മാവൊരു പ്രാപ്തി നൽകുന്നു അല്ലേ? ശുശ്രൂഷിക്കാനൊരു പ്രാപ്തി നൽകുന്നു. ശരി, ഇനി എന്താണ് ഈ ആത്മീക വരങ്ങളെക്കുറിച്ച് കൂടുതൽ പൗലോസ് പറയുന്നത് നമുക്ക് നോക്കാം. 2-ാമത്തെ വാക്യം മുതലൊന്ന് നോക്കാം. നമുക്ക് പെട്ടെന്ന് വായിക്കുമ്പോൾ ഈ 2ഉം 3ഉം വാക്യങ്ങൾ ഇവിടെ എന്താണ് ചെയ്യുന്നതെന്ന് മനസ്സിലാകത്തില്ല. ഈ പറഞ്ഞു തുടങ്ങിയത് ആത്മീയ വരങ്ങളെക്കുറിച്ച് നിങ്ങൾ അറിവുള്ളവരായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ശരി, എന്നാൽ പൗലോസേ ആത്മീയ വരങ്ങളെക്കുറിച്ച് പറഞ്ഞാട്ടെ. 2-ാമത്തെ വാക്യം, നിങ്ങൾ ജാതികളായിരുന്നപ്പോൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അവിശ്വാസികളായിരുന്നപ്പോൾ നിങ്ങളെ നടത്തിയതുപോലെ ഊമവിഗ്രഹങ്ങളുടെ അടുക്കൽ പോക പതിവായിരുന്നു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. ആകയാൽ ദൈവാത്മാവിൽ സംസാരിക്കുന്നവൻ ആരും യേശു ശപിക്കപ്പെട്ടവനെന്ന് പറയുകയില്ല. പരിശുദ്ധാത്മാവിലല്ലാതെ യേശു കർത്താവെന്ന് പറയുവാൻ ആർക്കും കഴിയുകയില്ല എന്നും ഞാൻ നിങ്ങളെ ഗ്രഹിപ്പിക്കുന്നു. അയ്യോ, കൃപാവരങ്ങളെക്കുറിച്ചൊക്കെ പറയട്ടെ എന്ന് പറഞ്ഞിട്ട് ഇതെന്തോന്നായി പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾ അവിശ്വാസികളായിരുന്നപ്പോൾ ഊമ വിഗ്രഹങ്ങളുടെ അടുത്ത് പോകുന്നത് പതിവായിരുന്നല്ലോ. എന്നാൽ ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, പരിശുദ്ധാത്മാവ് നിറഞ്ഞൊരു വ്യക്തി യേശു ശപിക്കപ്പെട്ടവനെന്ന് ഒരിക്കലും പറയത്തില്ല. ഇനി യേശു കർത്താവാണെന്ന് പറയണമെങ്കിൽ എന്ത് വേണം? പരിശുദ്ധാത്മാവ് വേണം. ഇതും കൃപാവരങ്ങളും തമ്മിൽ എന്താ ബന്ധം അല്ലേ? ഇതും കൃപാവരങ്ങളും തമ്മിൽ എന്താ ബന്ധം? ഇതിവിടെ പറയുന്നതിൻ്റെ കാരണം 2-ാമതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത്, നമ്മൾ പഠിച്ചു കൃപാവരങ്ങളിലൂടെ
പുറത്തു വരുന്നത്, അല്ലേ? പ്രകടമാകുന്നത് ആരാണ്? പരിശുദ്ധാത്മാവാണ് നമ്മളിലൂടെ പ്രവർത്തിക്കുന്നത്, അല്ലേ? ഈ പ്രാപ്തി നൽകുക എന്ന് പറഞ്ഞാൽ ആത്മാവിൽ ഞാൻ സ്വതന്ത്രനായെന്നല്ല അതിൻ്റെ അർത്ഥം. ആത്മാവ് എന്നെ ഉപയോഗിച്ച് മറ്റുള്ളവരെ സേവിക്കാൻ എന്നെ പ്രാപ്തനാക്കുന്നു. അപ്പൊ ഈ ആത്മാവ് എന്നിലൂടെ പ്രവർത്തിക്കുമ്പോൾ ഒന്നാമതായിട്ട് നമ്മൾ പഠിക്കേണ്ടത് എന്താ അറിയാവോ? പരിശുദ്ധാത്മാവിൻ്റെ ശുശ്രൂഷയിൽ ആത്മാവിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം എന്താണ്? ഇത് മനസ്സിലാകാതെ പോകുമ്പോഴാണ് ഈ കൃപാവരങ്ങളുടെ പേരിൽ കോപ്രായങ്ങൾ സംഭവിക്കുന്നത്. ഈ കരിസ്മാറ്റിക് സഭ എന്നൊക്കെ പറയുമ്പോൾ ആളുകൾക്ക് പൊതുവെ ഒരു പുച്ഛം വരുന്നതിൻ്റെ കാരണം ഇതൊന്നും മനസ്സിലാക്കാതെ എന്തൊക്കെയോ കാണിച്ചു കൂട്ടുകയാണ്. ആത്മാവാണ്, അല്ലേ? ഞാൻ വിറയ്ക്കുന്നത് ആത്മാവാണ്, ഞാൻ കുല്ലിങ്ങുന്നു, ഞാൻ എല്ലാ ആത്മാവെന്ന് പറഞ്ഞ് എന്ത് തോന്നിവാസവും ഇപ്പം നമുക്ക് ചെയ്യാൻ പറ്റും. അതൊരു പ്രസംഗകനാണെങ്കിൽ വളരെ എളുപ്പമാണ്, അല്ലേ? ഞാൻ വന്നു വെച്ച് ഇങ്ങനെ കൈയൊക്കെ വളരെ ദൈവസാന്നിധ്യം, എല്ലാവരും ഇങ്ങനെയൊക്കെ ഇരുന്ന് എങ്ങനെ വലിയ ദൈവസാന്നിധ്യം ഇവിടെ ഇങ്ങനെയാണോ നിങ്ങളൊക്കെ ഇരിക്കുന്നത് പറയുമ്പോൾ നിങ്ങളൊക്കെ ഒന്ന് വീഴും, അല്ലേ? പണ്ട് മെക്സിക്കോയിൽ അങ്ങനെ ഒരു സംഭവം നടന്നു. ഒരു പ്രസംഗം സ്റ്റേഡിയത്തിൽ കയറിയിട്ട് ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു, ഓ നിങ്ങളൊക്കെ ഇങ്ങനെയാണോ ഇരിക്കുന്നത്, ഇവിടെ ഭയങ്കര ദൈവസാന്നിധ്യമാണ്, ഇന്ന് ഇവിടെ ഉണർവ് ഇറങ്ങിയിരിക്കുകയാണ്, ദൈവം എന്നോട് വ്യക്തമായിട്ട് പറഞ്ഞു ഇവിടെ ഉണർവാണ്, നിങ്ങളൊക്കെ ഇങ്ങനെയാണ്. അപ്പോൾ ആളുകളെല്ലാം കൂടെ അങ്ങ് വേവായി കൈയടിച്ച് ബോളമൊക്കെ വെച്ച് പുള്ളി പറഞ്ഞു, ഇത് പോരാ, കുറച്ചുകൂടെ നല്ല ഒച്ചയ്ക്ക് ഹാലുലിയ പറയണം. അപ്പോൾ അത് പോരാ, കുറച്ചുകൂടെ ഒച്ചയ്ക്കൊക്കെ പറയണം. ഒരു 3 പ്രാവശ്യമൊക്കെ പറഞ്ഞപ്പോൾ ഭയങ്കര ബഹളമായി. അപ്പോൾ എല്ലാ പുള്ളി പറഞ്ഞു, ഒന്ന് അടങ്ങിയിരുന്നേ, ഞാൻ ചുമ്മാ പറഞ്ഞതായിരുന്നു. അപ്പോൾ എന്തോ, അപ്പോൾ ആളുകളിൽ നിന്ന് തെളിഞ്ഞു. അപ്പം നിങ്ങളൊക്കെ ഞാൻ എന്ത് പറഞ്ഞാലും ചെയ്യും, കഴുതകളാ. അപ്പം നിങ്ങളൊക്കെ ആത്മാവിൽ നിങ്ങൾ വിവേചിക്കാതൊക്കെ ചുമ്മാ എന്തും ചെയ്യും. അപ്പോൾ ആ പ്രസംഗം പ്രൂവ് ചെയ്യാൻ നോക്കിയത്, തെളിയിക്കാൻ നോക്കിയത്, ഇങ്ങനെ നിങ്ങളെയൊക്കെ പറ്റിക്കാൻ പറ്റും, നിങ്ങൾ ആരാലും പറ്റിക്കപ്പെടരുത്, അല്ലേ? അപ്പോൾ ഈ കൃപാവരങ്ങളുടെ പേരിൽ എന്ത് തോന്നിവാസം കാണിക്കുക. അതുകൊണ്ടാണ് പൗലോസ് ഈ അധ്യായങ്ങൾ 12, 13, 14 കൃപാവരങ്ങളെ കുറിച്ചുള്ള നമ്മുടെ തിരുവെഴുത്തുകളിലെ ഏക പഠന എന്താ പറയുക അധ്യായങ്ങളാണ്. വേറെ ഓരോ അധ്യായത്തിൽ ഇനി കൃപാവരങ്ങളെ കുറിച്ച് ഇനി പഠിക്കാവുന്നില്ല. ഈ പത്രോസിലും ഒരു വാക്യമുണ്ട്, അത്ര തന്നെ. ഈ വായിച്ച 10, 11 അപ്പോസ്തല പ്രവർത്തികൾ ഞാൻ പറഞ്ഞല്ലോ, സംഭവ കഥകളുണ്ട്. 12, 13, 14 1 കൊരിന്ത്യരിലെ ഉപദേശമുണ്ട്. ഈ ഉപദേശ ഭാഗം തുടങ്ങുന്നത് എങ്ങനെയാണ്? നിങ്ങൾ ചില കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. ആത്മാവിന്റെ ഉദ്ദേശം എന്താണ്? നിങ്ങൾ പണ്ട് പോയിക്കൊണ്ടിരുന്ന വിഗ്രഹങ്ങൾ എങ്ങനത്തെ വിഗ്രഹമായിരുന്നു? ഊമ വിഗ്രഹമായിരുന്നു, അല്ലേ? പണ്ട് നമ്മൾ സേവിച്ചിരുന്ന വിഗ്രഹങ്ങൾ സംസാരിക്കുന്നുമില്ല, എന്നിലൂടെ പ്രവർത്തിക്കുന്നുമില്ല, അല്ലേ? ജീവനുള്ളതല്ലാതെ വിഗ്രഹങ്ങൾക്ക് ജീവനില്ല. ഇവിടെ ജീവനുള്ള ദൈവത്തിൻ്റെ അടുക്ക് വരുമ്പോൾ ഈ ദൈവം എന്നിലൂടെ സംസാരിക്കും, എന്നിലൂടെ പ്രവർത്തിക്കും. അതിനാണ് എന്തെന്ന് പറയുന്നത്? കൃപാവരങ്ങൾ. നമ്മൾ നേരത്തെ 1 പത്രോസ് 4:11 വായിച്ചില്ലേ? ഒരുത്തൻ പ്രസംഗിക്കുന്നുവെങ്കിൽ, പിന്നെ പറഞ്ഞിരിക്കുന്ന ഒരുത്തൻ ശുശ്രൂഷിക്കുന്നുവെങ്കിൽ. ഈ സംസാരിക്കുന്നതും ശുശ്രൂഷിക്കുന്നതും പക്ഷെ അവനിലൂടെ ദൈവമാണ്, അല്ലേ? അപ്പോൾ അതാണ് ഒന്നാമത് പഠിക്കേണ്ടത്. ഊമ വിഗ്രഹങ്ങളുടെ അടുക്കലല്ല നമ്മൾ വന്നിരിക്കുന്നത്, നമ്മൾ ജീവനുള്ള ദൈവത്തിൻ്റെ അടുക്കലാണ്. ദൈവം എന്നിലൂടെ സംസാരിക്കും, എന്നിലൂടെ പ്രവർത്തിക്കും. പക്ഷേ എന്തെങ്കിലും ഒരു ആത്മീക അനുഭവം ആയാൽ പോരാ, അവിടെ ചില മാനദണ്ഡങ്ങളുണ്ട്. ആ മാനദണ്ഡമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവ് ഒരിക്കലും എന്ത് പറയത്തില്ല? യേശു ശപിക്കപ്പെട്ടവൻ എന്നൊരിക്കലും പറയത്തില്ല, കേട്ടോ. തോന്നിവാസം കാണിക്കത്തില്ല. ഇനി രണ്ടാമത്, യേശു കർത്താവാണെന്ന് പറയണേ പോലും ഈ പരിശുദ്ധാത്മാവ് വേണം. ഇതെന്തിനാ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ, ഈ നമ്മളിലൂടെ പ്രത്യക്ഷമാകുന്ന, പ്രകാശനപ്പെടുന്ന ആത്മാവിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം എന്താണ്? യേശു ക്രിസ്തുവിനെ മഹത്വീകരിക്കുക. യോഹന്നാനിലൊക്കെ കർത്താവ് എന്നെ പറഞ്ഞിട്ടുണ്ട്, ആത്മാവ് വരുന്നത് എന്തിനാണ്? എന്നെ സാക്ഷീകരിക്കാനും, എന്നെ ഉയർത്തുവാനും, എന്നെ മഹത്വീകരിക്കുവാനും, അല്ലേ? അപ്പോൾ കർത്താവിൻ്റെ ആത്മാവ് കടന്നു വരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഹൃദയങ്ങളെ യേശു ക്രിസ്തുവിൻ്റെ കർത്തൃത്വത്തിലേക്ക് നയിക്കുവാൻ വേണ്ടിയിട്ടാണ്, അല്ലേ? അപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ എന്നിൽ കൃപാവരങ്ങൾ ജ്വലിച്ചിട്ട് ദൈവകൃപ എൻ്റെ സഹോദരങ്ങളിലേക്ക് ഇറങ്ങി എന്ന് പറഞ്ഞാൽ, ആത്മാവ് അങ്ങോട്ട് ഇറങ്ങി എന്ന് പറഞ്ഞാൽ, ആത്മാവ് എന്തിനു വേണ്ടിയിട്ടായിരിക്കും ഇറങ്ങിയത്? ആളുകളെ യേശുവിൻ്റെ കർത്തൃത്വത്തിന് കീഴിലേക്ക് കൊണ്ടുവരാൻ. അതല്ലേ രക്ഷയിൽ വളരുക എന്ന് പറഞ്ഞാൽ. ഇന്ന് കൃപാവരങ്ങളെന്ന് പറഞ്ഞ് തോന്നിവാസമെല്ലാം നടക്കുന്നതുകൊണ്ട് ഒരുത്തരും കർത്തൃത്വത്തിൻ്റെ കീഴിലൊന്നും വരുന്നില്ല. അതപ്പോൾ ഏതാത്മാവാ? പരിശുദ്ധാത്മാവിൻ്റെ ദൗത്യത്തിന് മാറ്റം വന്നോ? ഇല്ല. അപ്പം നിങ്ങൾ മനസ്സിലാക്കണം, കൃപാവരങ്ങൾ ജ്വലിപ്പിച്ച് നമ്മൾ ശുശ്രൂഷിക്കുമ്പോൾ അനന്തരഫലം എന്തോ ആയിരിക്കും? ആ വ്യക്തികൾ കർത്തൃത്വത്തിൻ്റെ കീഴിൽ വരും. അതാണ് ശരിയായ ശുശ്രൂഷ. അത് പറയാനാണ് ഈ തുടക്കമേ ഇത് പറഞ്ഞിരിക്കുന്നത്, കേട്ടോ.
ദൈവം പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ, അതായത് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ, അവൻ ഉയർത്തിക്കാട്ടുവാൻ ആഗ്രഹിക്കുന്ന വിഷയം യേശുവിൻ്റെ കർത്തൃത്വം. ഈ യേശുവിൻ്റെ കർത്തൃത്വം മുന്നിൽ കാണാതെ ഇളക്കപ്പെരുപ്പത്തിനും അനുഭൂതിക്കും വേണ്ടി ഇറങ്ങി വരുന്ന ഒരു കോമാളിയായി പരിശുദ്ധാത്മാവിനെ ഇപ്പം നമുക്ക് പല യോഗങ്ങളിലും കാണേണ്ടി വരുന്നുണ്ട്. പലരുടെയും വിചാരം അതാണ്, പരിശുദ്ധാത്മാവ് വരുന്നത് ഇളക്കപ്പെരുപ്പത്തിനും രോമാഞ്ചത്തിനും അനുഭൂതി തരാനും ഒക്കെ സ്വർഗത്തിൽ നിന്ന് ഒരു കോമാളി വന്നിരിക്കുകയാണ്. അങ്ങനെ ഒരു കോമാളിയല്ല പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവിൻ്റെ ഉദ്ദേശം യേശുവിനെ ഉയർത്തണം, അവൻ്റെ കർത്തൃത്വം വാഗൊണ്ട് ഓരോരുത്തരും ഏറ്റുപറഞ്ഞ് ആ കർത്തൃത്വത്തിൻ്റെ കീഴിൽ ജീവിക്കണം. ഇതാണ് ശുശ്രൂഷ. ഇങ്ങനെ അന്യോന്യം ക്രിസ്തുവിൽ ഉറപ്പിക്കുവാൻ വേണ്ടി നമുക്ക് ദൈവം നൽകുന്ന പ്രാപ്തിയുടെ പേരാണ് കൃപാവരങ്ങൾ. അതുകൊണ്ടാണ് ഈ തുടക്കമേ ഇത് പറഞ്ഞുകൊണ്ട് പൗലോസ് തുടങ്ങുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവിലുള്ള അനുഭവങ്ങൾക്കായിട്ടും സ്വർഗീയ വെളിപ്പാടുകൾക്കായിട്ടൊക്കെ വളരെ എരിവുള്ള വ്യക്തികൾ ഒന്നോർത്തോണം, കർത്തൃത്വത്തിൻ്റെ കീഴിലേക്ക് നമ്മളെ നയിക്കാത്ത, കർത്താവിനോട് കീഴ്പ്പെട്ട അനുസരണമുള്ള ജീവിതത്തിലേക്ക് നമ്മളെ നയിക്കാത്ത ഒരനുഭവവും നമുക്ക് വേണ്ട. കർത്താവിനോട് കീഴ്പ്പെട്ട് അനുസരണത്തിൽ വളരുവാൻ സഹായകമല്ലാത്ത ഒരു അനുഭവത്തെയും ചാടിക്കേറി പരിശുദ്ധാത്മാവെന്നൊന്നും വിളിക്കരുത്. ഇന്ന് പ്രശ്നമെന്ന് പറഞ്ഞാൽ എന്ത് ആത്മീക അനുഭവം പരിശുദ്ധാത്മാവാണ്. പിശാച് കൊണ്ടുവന്ന് തരുന്ന ഇളക്കപ്പെരുപ്പവും ഇപ്പോൾ പരിശുദ്ധാത്മാവാണ്. ഒരു മാനദണ്ഡവും ഇല്ല, അല്ലേ? എവിടുന്നോ പുറത്തുനിന്നൊരു അനുഭവം കയറി വന്നാൽ ഉടനെ അത് ആത്മാവാണ്, പരിശുദ്ധാത്മാവാണ്. അങ്ങനെ ആവണമെന്നില്ല. അപ്പോൾ ഇളക്കപ്പെരുപ്പങ്ങളും ഈ രോമാഞ്ചവും അനുഭൂതിയും ഒന്നുമല്ല നമ്മുടെ മാനദണ്ഡം കർത്തൃത്വത്തിൻ്റെ കീഴിലേക്ക് എന്നെ പരിശുദ്ധാത്മാവ് നയിക്കുന്നുണ്ടോ എങ്കിലേ ശരിക്കുള്ള പരിശുദ്ധാത്മാവ് വന്നെന്ന് പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് അവിടെ നിന്ന് ചൂണ്ടിക്കാണിക്കാൻ എനിക്ക് ആഗ്രഹമുള്ളത്. ഒന്ന്, നമ്മൾ കൃപാവരങ്ങളിൽ നീങ്ങി മറ്റുള്ളവരെ ശുശ്രൂഷിക്കുമ്പോൾ അവിടെ തെളിഞ്ഞു വരേണ്ടത് കർത്താവിൻ്റെ കർത്തൃത്വത്തിനോട് കൂടുതൽ വിധേയത്വം അവരിൽ ജനിപ്പിക്കുന്നുണ്ടോ ഇല്ലെന്നുള്ളതാണ്. ഞാനിവിടെ ഒന്ന് ബൈബിൾ സ്റ്റഡി നടത്തിയിട്ട് നിങ്ങളുടെയൊക്കെ കർത്തൃത്വത്തിനോട് കീഴുള്ള വിധേയത്വം കൂടിയോ കുറഞ്ഞോ, അതാണ് ഞാൻ ചോദിക്കേണ്ടത്. ഇവിടെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നുണ്ടോ ഇല്ലെന്നുള്ളത്. അല്ലാതെ അറിവ് കൂടി ആളുകൾക്ക് ഇപ്പോൾ വചനമൊക്കെ വായിക്കാൻ അറിയാം, അതൊന്നും പോരാ. നിങ്ങൾ കർത്തൃത്വത്തിനോട് കീഴ്പ്പെടുന്നുണ്ടോ? നിങ്ങൾ പണ്ട് കർത്താവിനോട് വിധേയപ്പെടുന്നതിനേക്കാൾ കൂടുതൽ വിധേയപ്പെടുന്നുണ്ടോ ഇല്ലെന്നുള്ളതാണ് ഞാൻ എന്നോട് തന്നെ ചോദിക്കേണ്ട ചോദ്യം. അതിനോട് ചേർന്ന് തന്നെ നമുക്കൊരു കാര്യം കൂടെ ഇവിടെ പഠിക്കാം. ഭയങ്കര ആത്മാവിൽ നീങ്ങുന്ന ഒരു വ്യക്തി, അയ്യോ അയാളുടെ അവിടെ അടയാളവും അത്ഭുതവും എല്ലാം നടക്കുന്നുണ്ട്, പക്ഷെ ഒരു വ്യക്തിയും അങ്ങനെ വലിയ ശിഷ്യന്മാരൊന്നും ആകുന്നില്ല, അല്ലേ? നമ്മുടെയൊക്കെ നാട്ടിൽ ഒരുപാട് അങ്ങനെ സഭകളുണ്ട്. ചെന്നാൽ ആ റൂമിലോട്ട് കയറിയാൽ തന്നെ നമുക്കറിയാൻ പറ്റും ഇവിടെ എന്തോ ഒരു ദൈവ സാന്നിധ്യം ഉണ്ടല്ലോ. നമുക്കൊക്കെ ഇങ്ങനെ തൊട്ടറിയാൻ പറ്റുന്ന സാന്നിധ്യം, അല്ലേ? ചെന്നാൽ അത്ഭുതം, അയാളൊന്ന് തൊട്ടാൽ അത്ഭുതം, അല്ലേ? പക്ഷെ അവിടെ പോകുന്നവരാരും കർത്തൃത്വത്തിനോട് കീഴ്പ്പെടുന്നൊന്നും ഇല്ലെങ്കിൽ നമ്മൾ എന്തോ പറയണം? അത് പരിശുദ്ധാത്മാവാണെന്ന് തോന്നുന്നില്ല. പരിശുദ്ധാത്മാവ് കടന്നു വരുന്നത് ഹൃദയങ്ങൾ കർത്താവിൻ്റെ കർത്തൃത്വം ഏറ്റുപറയുവാൻ വേണ്ടിയിട്ടാണ്. അത് നിങ്ങളെ ഞാൻ ഗ്രഹിപ്പിക്കുന്നു. ഇപ്പോൾ കണ്ടോ, കൃപാവരങ്ങളുടെ വിഷയത്തിൽ നമ്മൾ ചതിക്കപ്പെടരുത്. എല്ലാ ആത്മാവിനെയും കയറി വിശ്വസിക്കരുത്. 1 യോഹന്നാൻ 4 പറയുന്ന പോലെ എല്ലാ ആത്മാക്കളെയും കണ്ണും പൂട്ടി നമ്മൾ വിശ്വസിക്കരുത്. ദൈവാത്മാവാണോ എന്ന് നിങ്ങൾ ഗ്രഹിക്കണം, വിവേചിച്ചറിയണം. അതെങ്ങനെ അറിയാൻ പറ്റും? കർത്താവിനോട് വിധേയപ്പെടുവാൻ അനുസരണത്തിലേക്ക് നയിക്കുന്ന അനുഭവങ്ങളൊക്കെയാണോ ഇത്? അതാണ് ശരിയായ ശുശ്രൂഷ. ശരി, ഇനി നമുക്ക് മുന്നോട്ട് നീങ്ങാം. 8-ാമത്തെ വാക്യം മുതൽ നമ്മുടെ കൃപാവരങ്ങളെക്കുറിച്ചുള്ള ആ ലിസ്റ്റ് പൗലോസ് നൽകുകയാണ്. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഉദ്ദേശം ഒരേ ഉദ്ദേശമാണ്. ഏത് കൃപാവരമാണേലും പരിശുദ്ധാത്മാവിൻ്റെ ആത്യന്തിക ഉദ്ദേശം യേശുക്രിസ്തുവിനെ ഉയർത്തുക, നമ്മൾ ശുശ്രൂഷിക്കപ്പെടുന്ന ജനം അവനോട് കീഴ്പ്പെട്ടു വരണം. ഇതായിരിക്കണം ഏത് കൃപാവരം പ്രവർത്തിച്ചാലുമുള്ള ആത്യന്തിക ലക്ഷ്യം. അത് പരിശുദ്ധാത്മാവിൻ്റെ ലക്ഷ്യം അതാണ്. എന്നാൽ ലക്ഷ്യം ഒന്നാണേലും ഉദ്ദേശം ഒന്നാണേലും വഴികൾ പലതാണ്, ശുശ്രൂഷകൾ പലതാണ്, കൃപാവരങ്ങളും പലതാണ്, അല്ലേ? ഇപ്പം ഞാൻ ഉപദേശത്തിലൂടെയാണ് എന്നെ ദൈവം ആ ശുശ്രൂഷ ചെയ്യാൻ വിളിച്ചിരുത്തിരിക്കുന്നത്. നിങ്ങളെ ചിലപ്പോൾ പ്രാർത്ഥനയൊക്കെ ആയിരിക്കാം, അല്ലെ സൗഖ്യത്തിലൂടെ ആയിരിക്കാം, അല്ലേ? നമ്മളെല്ലാം വഴികളും നമ്മുടെ എല്ലാം ദാനങ്ങളും വ്യത്യസ്തമായിരിക്കും. ചിലർ പുൾപ്പിറ്റി വന്ന് പ്രസംഗിക്കുന്നവരായിരിക്കും, ചിലർ ഒരു കാലത്തും പുൾപ്പിറ്റി വരാൻ പോകുന്നില്ല, പക്ഷെ അവർ പ്രവർത്തിക്കുന്നവരായിരിക്കും. നമ്മുടെയൊക്കെ കൃപാവരങ്ങളിൽ വ്യത്യാസം ഉണ്ടെങ്കിലും ഉദ്ദേശം ഒന്ന് തന്നെ. അപ്പോൾ ആ വ്യത്യസ്തമായ കൃപാവരങ്ങളാണ് 8 മുതൽ 11 വരെയുള്ളത്. നമുക്കത് ഓരോന്നായിട്ട് നോക്കിപ്പോവാം.
ആത്മാവിൻ്റെ പ്രകാശനം പൊതുപ്രയോജനത്തിനായി നൽകപ്പെട്ടിരിക്കുന്നു. അതാണ് 7-ാമത്തെ വാക്യം. 8-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുകയാണ്, ഒരുത്തന് ആത്മാവിനാൽ ജ്ഞാനത്തിൻ്റെ വചനം. ആത്മാവിനാൽ ആണ്, ആത്മാവ് നൽകുന്നൊരു പ്രാപ്തിയാണെന്ന് പറയുന്നത്. ഇനി 9 കൃപാവരങ്ങളുണ്ടല്ലോ. 1-ാമത്തെയാണ് ആത്മാവിനാൽ എന്ത് ലഭിക്കുന്നു? ജ്ഞാനത്തിൻ്റെ വചനം. മറ്റൊരുത്തന് അതേ ആത്മാവിനാൽ പരിജ്ഞാനത്തിൻ്റെ വചനം. ഇതിൻ്റെ നിർവചനം പറഞ്ഞിട്ട് ഇത് വെളിപ്പെടുത്തുന്ന ഒരു വേദഭാഗം നമുക്ക് നോക്കാം. എല്ലാ 9 കൃപാവരങ്ങൾക്കും ഞാൻ വേദഭാഗമൊന്നും എടുക്കാൻ പോകുന്നില്ല. ചിലതൊക്കെ നമുക്ക് കൃപാവരം പറയുമ്പോഴേ അറിയാവുന്നത് കൊണ്ടും സമയം ലാഭിക്കാൻ വേണ്ടിയിട്ടും ഞാൻ അത്രയും ചെയ്യുന്നില്ല. പക്ഷേ ചിലതൊക്കെ നമ്മൾ ഈ കേട്ടിട്ട്, പേര് കേട്ടിട്ടേ ഉള്ളൂ, എന്താണെന്ന് ആർക്കും അറിഞ്ഞൂടെ. ഈ കാരിസ്മാറ്റിക്സ് അവയെ പോകുന്നെങ്കിലും 1, 2, 3 കൃപാവരങ്ങളൊക്കെ വെച്ച് തട്ടിപ്പൊളിച്ചാണ് നമ്മളെല്ലാം നീങ്ങുന്നത്, അല്ലേ? ഈ 9 കൃപാവരങ്ങളും ഉള്ള ഒരു ദൈവസഭയും കണ്ടുപിടിക്കാൻ ഇച്ചിരി പാടുപെടും, അല്ലേ? അപ്പോൾ 1-ാമത്തേത് എന്താണ്? ഈ ജ്ഞാനത്തിൻ്റെ വചനം. ജ്ഞാനത്തിൻ്റെ വചനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവാത്മാവ് വെളിപ്പെടുത്തി തരുന്ന ഒരു ജ്ഞാനം. ജ്ഞാനം എന്ന് പറയുമ്പോൾ ഒരു വിഷയത്തിൽ ശരിയായ ഒരു തീരുമാനം എടുക്കാൻ പറ്റും, ഒരു തിരഞ്ഞെടുപ്പ് എടുക്കാൻ പറ്റും, അല്ലേ? ഈ ജ്ഞാനവും പരിജ്ഞാനവും എന്നുള്ള വാക്കുകൾ തമ്മിലുള്ള വ്യത്യാസം, അല്ലേ? പരിജ്ഞാനം എന്ന് പറഞ്ഞാൽ അറിവ്, ജ്ഞാനം എന്ന് പറഞ്ഞാൽ ആ അറിവ് എങ്ങനെ ഉപയോഗിക്കണം, പ്രായോഗിക തലത്തിൽ ഒരു തീരുമാനം എടുക്കണം, ഒരു കാര്യം ചെയ്യണതിന് വേണ്ടത് എന്താണ്? ജ്ഞാനം. പരിജ്ഞാനം അറിവ്, അല്ലേ? അപ്പോൾ പണ്ടൊരിക്കൽ ഒരാൾ പറഞ്ഞു, ഒരു പുള്ളി സ്കൂട്ടർ പഠിപ്പിക്കുന്ന ഒരു പുള്ളിയാണ്. അപ്പോൾ ഒരു ചേട്ടൻ പറഞ്ഞു, എനിക്ക് സ്കൂട്ടർ പഠിപ്പിച്ചു. പിന്നെന്താ ചേട്ടാ കയറിക്കോ എന്ന് പറഞ്ഞു. ഇവരിങ്ങനെ വണ്ടി ഓടിച്ച് കുറേ ദൂരം പോയി. ഇയാൾ പറയും, ഇനി ഗിയറിട്, ഇനി ബ്രേക്ക് പിടിക്കുക, ഇനി ലൈറ്റ് ഇട്, ഇടത്തോട്ട് തിരി, വലത്തോട്ട് തിരി, നോക്കണം, ഹെൽമെറ്റ് വെക്കണം, ഇതെല്ലാം പഠിപ്പിക്കും. കുറേ ദൂരം പോയി കഴിഞ്ഞപ്പോൾ ഈ പഠിക്കാൻ വന്ന ചേട്ടൻ പറഞ്ഞു, ചേട്ടാ ഈ ക്ലച്ചൊക്കെ ഇടുന്ന ഇച്ചിരി പാടാ കേട്ടോ, കൈയൊക്കെ വേദനിക്കുന്നു കേട്ടോ, തിരിച്ച് ചേട്ടൻ ഓടിക്കുക. അപ്പോൾ ഈ പുള്ളി പറഞ്ഞു, അയ്യോ എനിക്ക് പഠിപ്പിക്കാൻ മാത്രമേ അറിയുള്ളൂ, ഓടിക്കാൻ അറിഞ്ഞൂടാ. അപ്പോൾ കണ്ടോ, അറിവ് പരിജ്ഞാനം ഉണ്ടായിരുന്നു, ജ്ഞാനമൊന്നുമില്ല, പ്രായോഗികത്തിൽ ചെയ്തെടുക്കാമെന്ന് പറഞ്ഞുകൂടാ, അല്ലേ? പുസ്തകം വായിച്ചിട്ട് വേണമെങ്കിലും നമുക്ക് സ്കൂട്ടർ ഓടിക്കാൻ പഠിക്കാം. അപ്പോൾ അതാണ് ഈ ജ്ഞാനവും പരിജ്ഞാനവും തമ്മിലുള്ള വ്യത്യാസം. പക്ഷേ ഇവിടെ ആത്മാവിനാൽ ജ്ഞാനം, ആത്മാവിനാൽ പരിജ്ഞാനം. അപ്പോൾ ആത്മാവ് വെളിപ്പെടുത്തി തന്നതുകൊണ്ട് ഒരു വിഷയത്തിൽ, ഒരു പ്രായോഗിക തലത്തിൽ എന്ത് തീരുമാനമെടുക്കണം, എന്ത് തിരഞ്ഞെടുപ്പ് എടുക്കണമെന്ന് ദൈവത്താൽ ഒരു പ്രാപ്തി ലഭിക്കുന്നു. അത് മറ്റുള്ളവർക്ക് ഗുണം ചെയ്യുന്നു. പരിജ്ഞാനത്തിൻ്റെ വചനം എന്താണ്? എനിക്ക് സ്വമേധ ബുദ്ധിയിൽ അറിയാൻ പറ്റാത്തൊരു കാര്യം ദൈവം എനിക്ക് വെളിപ്പെടുത്തി തരുന്നു. വെളിപ്പെട്ട ഒരു അറിവ്, അതൊരു കാര്യം മാത്രമാണ്, അതിലൊരു തീരുമാനമൊന്നും എടുക്കണമെന്നില്ല. പക്ഷെ ഇങ്ങനെയാണെന്നുള്ളൊരു വസ്തുത ദൈവം എനിക്ക് വെളിപ്പെടുത്തി തരുന്നു. ഇത് രണ്ടും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി നമുക്കൊരു വേദഭാഗത്തിലേക്ക് കടന്നു വരാം. അപ്പോസ്തല പ്രവൃത്തികൾ 27-ാം അധ്യായം 22 മുതൽ 25 വരെയും പിന്നെ 30 മുതൽ 32 വരെയുമുള്ള വാക്യങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ട്. അപ്പോസ്തല പ്രവൃത്തികളിലെ 27-ാം അധ്യായത്തിൽ സംഭവിക്കുന്നത്, പൗലോസ് ഒരു ഇന്നത്തെ കാലത്ത് പറഞ്ഞ ജയിൽ പുള്ളി, അല്ലേ? തന്നെ ബന്ധിക്കപ്പെട്ട് തന്നെ ചക്രവർത്തിയുടെ മുമ്പിൽ കൊണ്ടുപോകാണ്. ഇന്നത്തെ കാലത്ത് പറഞ്ഞാൽ സുപ്രീം കോടതിയിൽ, ഡൽഹിയിലേക്ക് ട്രെയിനിൽ പോകാന്നുള്ള രീതിയിൽ അവനെ ദണ്ഡിപ്പിക്കാൻ, അവന് തല വെട്ടാൻ വേണ്ടി കൊണ്ടുപോവുക, അല്ലേ? റോമിൽ അവനെ പിടിച്ചു കെട്ടി കൊണ്ടുപോവുക. പോകുന്ന വഴി കപ്പൽ യാത്ര. അതെന്ത് പറ്റി? അപ്പോസ്തല പ്രവൃത്തിയിൽ 27 വായിച്ചറിയാം. അവിടെ കൊടുങ്കാറ്റും വളരെ പ്രശ്നം, കപ്പൽ ഛേദിക്കപ്പെടുമെന്നുള്ള അറ്റത്തൊക്കെ എത്തി നിൽക്കുന്ന ആ ഒരു പശ്ചാത്തലമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇതിന് മുൻപ് അപ്പോസ്തല പ്രവൃത്തിയിൽ 27:10 ഇവർ ക്രേത്ത എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് എത്തിയപ്പോൾ പൗലോസ് പറഞ്ഞു, ഇപ്പോൾ കപ്പൽ യാത്ര നല്ലതല്ല കേട്ടോ, പ്രശ്നമാകും, നിങ്ങൾക്കൊക്കെ വിപത്ത് വരുമെന്ന് പറഞ്ഞു. പക്ഷേ നീ പോടാ, നീ വെറും കള്ളൻ. നമ്മളിപ്പോൾ KSRTC ബസ്സിൽ പോകുമ്പോൾ ഈ ഇതും വെച്ചോണ്ടിരിക്കുന്ന കള്ളന്മാരെ കണ്ടിട്ടില്ലേ? കോടതിയിൽ പോകുന്ന കള്ളന്മാർ കയ്യിൽ ഇതൊക്കെ വെച്ചിട്ട്. അവൻ വല്ലതും പറയുകയാണ്, ചേട്ടാ ക്ലച്ച് മാറ്റണമെന്നൊക്കെ പറഞ്ഞാൽ ഗിയർ ഇങ്ങനെ ഇടണോ, മിണ്ടാറാന്ന് പറയും പോലീസ്, അല്ലേ? എന്ന് പറഞ്ഞ പോലെ പൗലോസ് പറഞ്ഞത് ഒരു വലിയ കാര്യമായിട്ട് എടുത്തില്ല. അപ്പോൾ ഇനി 27-ന്റെ 22 മുതൽ 25 വരെ ഒന്ന് വായിച്ചേ. നിങ്ങൾ എൻ്റെ വാക്ക് അന്ന് കേട്ടില്ല, പക്ഷെ ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നത് ധൈര്യത്തോടെ ഇരിക്കുക. കപ്പലിനല്ലാതെ, അപ്പൊ കപ്പൽ പൊളിയും, കപ്പലിനല്ലാതെ പ്രാണന് ഹാനി വരികയില്ല. നീ കൈസറിന്റെ മുമ്പേ നിൽക്കേണ്ടതായതുകൊണ്ട് അവരാരും മരിക്കത്തില്ല. നീ കൈസറിന്റെ മുമ്പിൽ പോയി കർത്താവിനെ സാക്ഷീകരിക്കേണ്ടതുള്ളത് കൊണ്ട് ഈ കപ്പലുള്ള ആരും മരിക്കത്തില്ല എന്ന് ദൈവദൂതൻ പൗലോസിനോട് പറഞ്ഞു.
അതുകൊണ്ട് പുരുഷന്മാരെ ആ ധൈര്യത്തോടിരിപ്പിൻ. ആ എന്നോട് അരുളിച്ചതുപോലെ തന്നെ സംഭവിക്കുമെന്ന് ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു. ഈ പൗലോസിന് ഈ അറിവ് സ്വമേധ കിട്ടിയ ബുദ്ധിയോടെ കിട്ടിയതാണോ? അല്ല. അല്ലേ? ദൈവം ഒരു വെളിപ്പാട് കൊടുത്തു. അത് ദൂതനിലൂടെ ആകാം, സ്വപ്നത്തിലൂടെ ആകാം, ദർശനത്തിലൂടെ ആകാം, ഏത് കൂടെ ആയാലും ആത്മാവാണ് അത് കൊടുക്കുന്നത്. കാരണം ആത്മാവ് ബോധ്യം നൽകുന്നില്ലെങ്കിൽ ഏതോ ഒരു സ്വപ്നം കണ്ടു, നമ്മളൊക്കെ രാത്രി എത്രയോ സ്വപ്നം കാണുന്നു, അല്ലേ? അതെല്ലാം അങ്ങ് ദൈവമാണോ? അല്ല. അപ്പം ആത്മാവ് ഒരു അറിവ് കൊടുത്തു. ഇതാണെന്ത്? പരിജ്ഞാനത്തിൻ്റെ വചനം. തനിക്ക് സ്വമേധ ബുദ്ധിയിൽ അറിയാൻ പറ്റാത്തൊരു അറിവ് ദൈവം കൊടുത്തു. ഈ കപ്പലിലുള്ള ആരും മരിക്കയില്ല, നേരത്തെ വെളിപ്പെടുത്തി കൊടുത്തു. ഇനി 30 മുതൽ 32. എന്നാൽ കപ്പൽ വിട്ട് ഓടിപ്പോകുവാൻ വിചാരിച്ച് രാത്രി ആയപ്പോൾ ഇവരെന്ത് ചെയ്തു? ഇവർ നോക്കിയപ്പോൾ പാറയൊക്കെ അടുത്തിരിക്കുന്നു. അയ്യോ, കപ്പലിപ്പോൾ താണ്ട് പൊളിഞ്ഞു വീഴും, കപ്പലിൽ നിന്ന് എങ്ങനെയും എടുത്ത് ചാടുന്നതാണ് നല്ലത്. വിചാരിച്ച് അണിയത്ത് നിന്ന് നങ്കൂരം ഇടുവാൻ പോകുന്നു എന്നുള്ള ഭാഗത്തിൽ തോണി കടലിൽ ഇറക്കി. കണ്ടോ, ഈ കപ്പൽ പൊളിയുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ, കപ്പലിനകത്ത് ബോട്ടുണ്ട്. ബോട്ടിനകത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് സുരക്ഷിതമായ സ്ഥാനങ്ങളിലെത്താം. അപ്പോൾ പൗലോസിനോട് ദൈവം നേരത്തെ പറഞ്ഞു ഈ കപ്പലിനകത്തുള്ള ആരും മരിക്കത്തില്ലെന്ന്. അപ്പോഴാണ് കുറേ അണ്ണന്മാർ രാത്രിയായപ്പോൾ അയ്യോ താണ്ട പാറയിലൊക്കെ ഇടിക്കുമ്പോൾ നമുക്ക് വേണേ ഒരു തോണി കയറി അങ്ങ് രക്ഷപ്പെടാമെന്ന്. അപ്പോൾ പൗലോസ് എന്താ പറഞ്ഞേ? പൗലോസ് ശതാധിപനോട് പടയാളികളോട് ഇവർ കപ്പലിൽ താമസിച്ചല്ലാതെ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയുന്നതല്ല എന്ന് പറഞ്ഞു. ഇവർ കപ്പലിൽ താമസിച്ചല്ലാതെ രക്ഷയില്ല. നേരത്തെ കേട്ട പരിജ്ഞാനത്തിന്റെ വചനത്തിൽ നിന്ന് ഇപ്പൊ വായിൽ എന്താ വന്നിരിക്കുന്നത്? ജ്ഞാനത്തിന്റെ വചനം. പ്രായോഗിക തലത്തിൽ എന്ത് തീരുമാനം എടുക്കണം? കപ്പലിൽ നിന്ന് പുറത്തിറങ്ങരുത്. ഈ കപ്പലിനെ രക്ഷിക്കുന്ന ദൈവം പറഞ്ഞു, കപ്പലിൽ നിന്ന് പുറത്തിറങ്ങി തോണിയിലൊന്നും പോകരുത്. കാരണം എന്താണ്? തോണിയിലെ പൗലോസ് ഇറങ്ങൂല. പൗലോസ് ഉള്ളിടത്താണ് രക്ഷ. നേരത്തെ പറഞ്ഞല്ലോ, നിന്നോടുകൂടെ ഈ ജലത്തെ തന്നിരിക്കുന്നത്. അപ്പോൾ അവർ പൗലോസിനെ വിട്ടേച്ച് തോണിയിലൊക്കെ പോയാൽ മുങ്ങും, മരിക്കും. അതുകൊണ്ടാണ് പറഞ്ഞത് ഇവിടെ നിൽക്കണം. ഇപ്പം കണ്ടോ, പ്രായോഗിക തലത്തിൽ ജ്ഞാനം പറഞ്ഞു കൊടുക്കുകയാണ്. പക്ഷേ ഈ ജ്ഞാനം പൗലോസ് കപ്പൽക്കാരനായതുകൊണ്ടൊന്നുമല്ല, പണ്ട് കപ്പൽ ഓടിച്ച് നടന്ന ആളൊന്നുമല്ല. പൗലോസിന് ഈ ജ്ഞാനം എവിടെ നിന്ന് കിട്ടി? ദൈവത്തിൻ്റെ വെളിപ്പാടിൻ്റെ പുറത്താണ് ഇപ്പോൾ ഇത് തീരുമാനം. നിങ്ങൾ ചാടരുത്. അപ്പോൾ അവരുടെ ധൈര്യം സംഭവിക്കണം. ചാടിയിൽ എന്ത് ചെയ്ത് അവർ തോണിയെ വെട്ടി ദൂരെ കളഞ്ഞല്ലേ? തോണിയും കൂടെ പോയി കിട്ടി. ഇനി തോണിയില്ല രക്ഷപ്പെടാൻ, അല്ലേ? പക്ഷെ ആ നേരം അവരത് വിശ്വസിച്ചുകൊണ്ട് എന്ത് പറ്റി? പിന്നീട് നമ്മൾ അധ്യായം വായിക്കുമ്പോൾ അവർ സുരക്ഷിതമായിട്ട് അടുത്ത ദിവസം കരയിലെത്തും, ഒരാളും മരിച്ചില്ല. അപ്പൊ കണ്ടോ, ഒരു പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ ദൈവാത്മാവ് വെളിപ്പെടുത്തിയത് കൊണ്ട് ഏത് തീരുമാനമെടുക്കണമെന്ന് അറിയാം. അതെന്താണത്? അതാണ് ജ്ഞാനത്തിൻ്റെ വചനം, അല്ലേ? നല്ലൊരു കൃപാവരമല്ലേ? മറ്റുള്ളവർക്കൊക്കെ ഗുണം. ഈ കൃപാവരമുള്ള ഒരാൾ സഭയിലുണ്ട്, എന്ത് ഗുണമായി, അല്ലേ? ബ്രദറെ, ഇന്ന് എനിക്ക് തോന്നുന്നു നമ്മൾ ഇത് ചെയ്യണം, അല്ലെങ്കിൽ പ്രശ്നമാണ്, അല്ലേ? ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കണം, ഇന്ന് നമ്മൾ അവിടെ പോകണം, ആ വീട്ടിൽ പോകണം, അല്ലെ ഇന്ന് നമ്മളിവിടെ പോകരുത്, അല്ലേ? അത് ദൈവാത്മാവ് വെളിപ്പെടുത്തി. കണ്ടോ? അപ്പോൾ കണ്ടോ, അന്യരെ നമ്മൾ സേവിക്കുകയാണ്, അല്ലേ? അപ്പോൾ അത് ജ്ഞാനത്തിൻ്റെ വചനവും പരിജ്ഞാനത്തിൻ്റെ വചനവും രണ്ടും കൂടെ കാണാം. പരിജ്ഞാനത്തിൻ്റെ വചനം പിന്നെ നമ്മൾ സുവിശേഷം വായിക്കുകയാണ്, ഒരുപാട് സ്ഥലങ്ങളുണ്ട്, അല്ലേ? കർത്താവ് യെരുശലേമിൽ കയറാൻ പോയപ്പോൾ കർത്താവ് പറഞ്ഞു, നിങ്ങൾ അങ്ങോട്ട് പോയി അവിടെ ആരും കയറാത്തൊരു കഴുത അവിടെ കെട്ടിയിട്ടിട്ടുണ്ട്, നിങ്ങളും എടുത്തുകൊണ്ട് വന്നു. കർത്താവിനെ എങ്ങനെ അറിയാം? ഗണിച്ചറിഞ്ഞോ? അത് ആത്മാവ് വെളിപ്പെടുത്തി കൊടുത്തു. പിന്നെ പറഞ്ഞു, കർത്താവ് പെസഹയ്ക്ക് അവിടെ പോകണം, അത് നിങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ വെള്ളം കോരിക്കൊണ്ട് ഒരു മനുഷ്യൻ വരും, അയാളുടെ പുറകെ പോയ വേറൊരു വീട്ടിലെത്തും, ആ വീട്ടിൽ പോയാൽ അയാളോട് ചോദിച്ചാൽ മതി. ഇതൊക്കെ കർത്താവിന് എങ്ങനെ അറിയാം? ഇതെല്ലാം പരിജ്ഞാനത്തിൻ്റെ വചനമാണ്, അല്ലേ? നമ്മളും ശുശ്രൂഷയിൽ നമുക്കറിയാൻ പറ്റും പരിജ്ഞാനത്തിൻ്റെ വചനം. പലപ്പോഴും പരിജ്ഞാനത്തിൻ്റെ വചനം ഒരുപാട് കണ്ടിട്ടുണ്ട്, ജ്ഞാനത്തിൻ്റെ വചനം അധികം കാണാറില്ല. പക്ഷെ നമ്മളിതിനൊക്കെ വേറെ പേരിട്ട വെളിപ്പാടെന്ന് പറയും. നമ്മൾ ഈ വെളിപ്പാടെന്ന് പറയുന്നതിൻ്റെ വചനപരമായുള്ള പേരാണ് പരിജ്ഞാനത്തിൻ്റെ വചനവും ജ്ഞാനത്തിൻ്റെ വചനവും. അത് കഴിഞ്ഞ് എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത്? 1 കൊരിന്ത്യർ 12 വേറൊരുത്തിന് അതേ ആത്മാവിനാൽ വിശ്വാസം. അപ്പം ഈ വിശ്വാസം എന്ന് പറയുന്നത് കൃപാവരം എന്ന് പറയുന്ന വിശ്വാസമാണ്. അല്ലാതെ രക്ഷിക്കപ്പെടുത്തുന്ന വിശ്വാസം കുറച്ച് പേർക്കേ ഉള്ളൂ, ബാക്കി എല്ലാവരും മരിച്ചു പോകും കേട്ടോ, എന്നല്ല, അല്ലേ? സഭയിൽ എല്ലാവർക്കും വിശ്വാസമൊന്നുമില്ല, കുറച്ച് പേര് വിശ്വാസം ഇല്ലാത്തവരാണ്, അങ്ങനല്ല. വിശ്വാസം എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത് രക്ഷയുടെ വിഷയത്തിലുള്ള വിശ്വാസമല്ല, കൃപാവരം എന്നുള്ള രീതിയിലുള്ള ഒരു വിശ്വാസമാണ്. എന്താണ് ഈ കൃപാവരമായ വിശ്വാസം? അത് പരിശുദ്ധാത്മാവ് നൽകുന്ന ഒരു പ്രാപ്തിയാണ്. എന്തിന്? ദൈവഹിതം ഇന്നതെന്നും ദൈവത്തിൻ്റെ പദ്ധതി ഇന്നതെന്നും വളരെ ഉറപ്പോടെ ഗ്രഹിക്കാനും അതിനുവേണ്ടി എന്ത് കഷ്ടത കൊടുത്തും കാത്തിരിക്കാനും നിൽക്കുവാനും ഉള്ളൊരു പ്രാപ്തി. അങ്ങനെയുള്ളവരെയാണ് നമ്മളെന്ത് പറയുന്നത്? വിശ്വാസ വീരന്മാരെന്നൊക്കെ പറയും, അല്ലേ? ഒരു സാധാരണ വിശ്വാസമല്ല അത്. 1 കൊരിന്ത്യർ 13 പറഞ്ഞിരിക്കുകയാണ്, എനിക്ക് മലകളെയൊക്കെ എടുത്ത് കളയാൻ കഴിയുന്ന വിശ്വാസം, അല്ലേ? അതിജീവിക്കാൻ കഴിയുന്ന വിശ്വാസം. അപ്പോൾ ഇത് രക്ഷിക്കപ്പെടുത്തുന്ന വിശ്വാസമല്ല, കാരണം അതെല്ലാ വിശ്വാസിക്കുമുണ്ട്.
ഇതെന്താണ്? ദൈവിക പദ്ധതികൾക്ക് വേണ്ടി ചില നമ്മൾ സാധാരണ കാണാത്ത അസാധ്യമായ വിഷയങ്ങളിലൊക്കെ കാത്തിരിക്കുവാനും അതിനുവേണ്ടി ദൈവത്തിൽ ആശ്രയിക്കുവാനും ഒക്കെ ഒരു കേൾപ്പ്, ഒരു പ്രാപ്തി, അല്ലേ? അങ്ങനെയുള്ളവർ ഒരു വലിയ അനുഗ്രഹമാണ്. ഇപ്പം നമ്മൾ പെട്ടെന്ന് ഓർമ്മ വരുന്നത്, ആ വ്യക്തി ഒരിക്കലും ഇത് സ്വമേധ എന്താ പറയുക അങ്ങനൊരു വാദം നടത്തിയിട്ടില്ലെങ്കിലും ജോർജ് മുള്ളർ എന്ന് പറഞ്ഞൊരു വ്യക്തി ഉണ്ടായിരുന്നു. പുള്ളി വിശ്വാസത്താൽ 2000 ചില്ലറ ഈ അനാഥന്മാരുടെ ഒരു അനാഥാലയം നടത്തി. ഒരൊറ്റ മനുഷ്യനോട് പോലും പൈസ ചോദിക്കാതെ നടത്തി. വർഷങ്ങളോളം 10-40 വർഷം പുള്ളി നടത്തി. ഒരു രൂപ ഒരു വ്യക്തിയോട് ചോദിച്ചിട്ടില്ല. എപ്പോഴും പുള്ളി പറഞ്ഞുകൊണ്ടിരുന്നത്, ഈ അനാഥാലയം ദൈവം നടത്തുന്നു എന്ന് എനിക്ക് തെളിയിക്കാൻ കഴിഞ്ഞാൽ ദൈവ നിഷേധം നടത്തുന്ന ഈ നിരീശ്വരവാദികൾ പിന്നെ ദൈവം ഉണ്ടെന്ന് സമ്മതിച്ചേ പറ്റത്തുള്ളൂ. അതിനുവേണ്ടി ഞാൻ ഇറങ്ങിത്തിരിക്കുകയാണ്. അത് ഭയങ്കര വിശ്വാസമല്ലേ? ഒരു രൂപ പോലും ഒരാളോടും ചോദിക്കാതെ, ഒരു ഫണ്ട് റേസിംഗ് നടത്താതെ, ഒരിക്കൽ പോലും തൻ്റെ സാമ്പത്തിക ആവശ്യങ്ങൾ പുറത്തു പറയാതെ പ്രാർത്ഥനയിൽ മാത്രം ചോദിച്ച് തൻ്റെ കുടുംബവും തൻ്റെ കുഞ്ഞുങ്ങളെയല്ല 10,000-2000 പേരുള്ള അനാഥാലയത്തെ ഒരു ദിവസം പോലും ഒരു അല്ലലും ഇല്ലാതെ നോക്കി നടത്തി 40 വർഷം. പുള്ളിയുടെ ജോലി ഇതല്ലായിരുന്നു. പുള്ളി ഒരു സുവിശേഷകനും പ്രസംഗകനും ഒക്കെ ആയിരുന്നു. അപ്പോൾ അത് ഭയങ്കര വിശ്വാസമല്ലേ? അത് ദൈവഹിതം, ആ ദൈവത്തിൻ്റെ ആ ഒരു പദ്ധതിക്ക് വേണ്ടി വളരെയധികം കാത്തിരിക്കുവാൻ, അല്ലേ? അബ്രഹാമിനെ കൊണ്ടായിരുന്ന വിശ്വാസം പോലെ കാത്തിരുന്ന് ദൈവത്തിൻ്റെ പദ്ധതിക്ക് വേണ്ടി ഏത് മലയും ഏത് പർവ്വതവും അഭിമുഖീകരിക്കാൻ കഴിയുന്ന ഒരു വിശ്വാസം. അങ്ങനത്തെ വിശ്വാസ വീരന്മാരുണ്ട്. അവർ ദൈവത്തിന് വേണ്ടി വൻ കാര്യങ്ങളൊക്കെ ചെയ്തു കളയും. ദൈവസഭയ്ക്ക് വലിയ അനുഗ്രഹമാണ്, അല്ലേ? ഇപ്പോൾ ദൈവസഭയിൽ ഒരു പ്രതിസന്ധി വരുന്നു വെച്ചാൽ എല്ലാവർക്കും ഒന്നും വിശ്വാസമൊന്നുമില്ല, അല്ലേ? ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ടോ എന്തോ, എൻ്റെ ഗ്രാമീണ സഭ ശുശ്രൂഷയിൽ, ഗ്രാമീണ പാസ്റ്റർമാരുടെ ട്രെയിനിങ് ശുശ്രൂഷയിൽ ഒരു സഭയിൽ അവരുടെ മേൽക്കൂര ഒന്ന് പണിയാൻ തീരുമാനിച്ചു. അപ്പോൾ ഞാൻ ഒരു ദിവസം പ്രസംഗിച്ച് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, പാസ്റ്ററെ ഇങ്ങനെ ഇറങ്ങിക്കോ, നമ്മൾ ആ ഷീറ്റെല്ലാം മാറ്റി പുതിയ ഷീറ്റൊക്കെ ഇടാം. ഷീറ്റൊക്കെ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരുന്നപ്പോൾ ഈ മേൽക്കൂര ഉണ്ടല്ലോ, എന്താ അതിന് പറയുന്നത്, അതെല്ലാം പൊളിഞ്ഞ് തറയിൽ പോയി കേട്ടോ. അത് വന്ന് പാസ്റ്ററുടെ തലയിലും വീണ് പാസ്റ്ററുടെ തല പൊട്ടുകയും ചെയ്തു. ആളുകൾക്ക് തോന്നി ഇത് വേണ്ട ഈ പരിപാടി, നമുക്കങ്ങ് കോൺക്രീറ്റ് ഇടാം. അങ്ങനെ കോൺക്രീറ്റ് ഇടാൻ വേണ്ടി അവരെല്ലാം തീരുമാനിച്ചൊരു മേസ്ത്രിയെ കാണിച്ചപ്പോൾ മേസ്ത്രി പറഞ്ഞു, ഇത് പണ്ട് കുടിലായിരുന്നു, ഇതിങ്ങനെ നീട്ടി കൊണ്ടുവന്നപ്പോൾ ഈ വെച്ച മതിലൊന്നും ഒരു ബലവും ഇല്ലാത്ത മതിലാണ്, അതിലൊന്നും ഈ മേൽക്കൂരയൊന്നും കെട്ടാനൊന്നും പറ്റും, കോൺക്രീറ്റ് ഒന്നും ഇടാൻ പറ്റത്തില്ല. ഒരു കാര്യം ചെയ്യണം, 7 തൂണുകൾ കെട്ടണം. ഒരു തൂണിന് എത്ര? ഒരു തൂണിന് ഒരു 25,000 മുതൽ 30,000 രൂപ. അയ്യോ, അപ്പോൾ 25,000 30,000 × 7 അത്രയും രൂപ. പിന്നെ മേൽക്കൂര കോൺക്രീറ്റ് ചെയ്യണം. ശരി, എന്നാൽ പിന്നെ തൂണ് കെട്ടിക്കളയാം. തൂണൊക്കെ കെട്ടി വന്നപ്പോഴത്തേക്ക് തന്നെ പാസ്റ്ററിൻ്റെ കാശെല്ലാം തീർന്നു. പിന്നെ എന്തോ ചെയ്യും? സഭ ഇപ്പോൾ തൊട്ടപ്പുറത്തെ ഒരു വീട്ടിലാണ് കൂടെ. ആ വീട്ടിലൊന്നുമില്ല, ബാത്റൂമില്ല, ഒന്നുമില്ല, ലൈറ്റില്ല, വെള്ളമില്ല, ഒന്നുമില്ല. അങ്ങനെ ഇരുന്നപ്പോൾ ഒരു ദിവസം ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു. പ്രാർത്ഥിച്ച ദൈവ ആത്മാവ് എനിക്കൊരു വാക്യം തന്നു. വാക്യം 84-ാം സങ്കീർത്തനത്തിലാണെന്ന് തോന്നുന്നു. നിന്റെ വായ തുറക്കുക, ഞാനത് നിറയ്ക്കും. തള്ളക്കോഴി എൻ്റെ മോളോട് പറയുന്ന പോലെ നീ നിന്റെ വാ തുറക്കും, ഞാൻ വായിൽ ആഹാരം, അങ്ങനല്ലേ പക്ഷികൾ, അങ്ങനല്ലേ ആഹാരം വെച്ചു കൊടുക്കും, അല്ലേ? അപ്പോൾ അതാണ് അവിടെ ദൈവം പറയുന്നത്, നീ നിന്റെ വാ തുറന്ന് എന്നോട് പ്രാർത്ഥിക്കുക, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം നൽകും. അതായത് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക എന്നാണ് എൻ്റെ അർത്ഥം. തള്ളക്കോഴിയുടെ അടുത്ത് മോള് പോയിട്ട് തരുവോ എന്തോന്നും പറഞ്ഞല്ലോ വാ തുറക്കുന്നത്, ഉറപ്പോടല്ലേ വാ തുറക്കുന്നത് എന്ന് പറഞ്ഞ പോലെ ഉറപ്പോടെ പ്രാർത്ഥിക്കണം. അങ്ങനെ ഞാൻ പോയി ആ പാസ്റ്ററോട് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിച്ചു, നമ്മളൊരു തീരുമാനം എടുത്തു, വിശ്വാസത്താൽ ഈ വിഷയം നമ്മൾ കൈകാര്യം ചെയ്യും. അപ്പോൾ എനിക്ക് വിശ്വാസത്താൽ അമേരിക്കയിൽ പോയൊരു വ്യക്തിയാണ് ഞാൻ. വിശ്വാസത്താൽ ജീവിക്കുന്ന ഒരു വ്യക്തിയായതുകൊണ്ട് എനിക്ക് ആ ബോധ്യം ഉണ്ടായിരുന്നു, ഇത് നടന്നിരിക്കും. പക്ഷെ നമ്മൾ പ്രാർത്ഥിച്ചു. അപ്പോൾ കഴിഞ്ഞ ഈ ഈ വർഷം മാർച്ച് മാസമായിരുന്നു അതിൻ്റെ പൂർത്തീകരണവും അതിൻ്റെ പ്രതിഷ്ഠയൊക്കെ. 10 ലക്ഷം രൂപ ദൈവം നമുക്ക് പ്രാർത്ഥന നിമിത്തം നൽകി. അന്ന് പറഞ്ഞിരുന്നേ നമ്മൾ വിശ്വസിക്കത്തില്ലായിരുന്നു, പക്ഷേ 10 ലക്ഷം രൂപയായി അത് കിട്ടാൻ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ദൈവം ഘടുഘടുവായിട്ട് തന്നു. അത് ചില സമയത്തൊക്കെ വളരെ അത്ഭുതമാണ്. പാസ്റ്റർ ഇങ്ങനെ ബൈക്കിൽ പോകുമ്പോൾ ഒരാൾ പിടിച്ചു നിർത്തും, ഇന്ന് ഇത് തരണമെന്ന് ദൈവാത്മാവ് പറഞ്ഞു. അപ്പോൾ അതൊക്കെ വിശ്വാസത്തിൻ്റെ ഒരു കൃപാവരമുള്ളത് കൊണ്ട് ആ സഭയ്ക്ക് ഇപ്പോൾ ഒരു ഗുണമായി. ഇപ്പോൾ ആ സഭയിൽ ഞാൻ പോയിട്ടാണ്, അത് ഞാൻ ആദ്യമായിട്ട് അവിടെ കയറി പ്രസംഗിച്ചത്, ഇതിനകത്തിനി അവിശ്വാസത്തോടെ ആരും ഇരിക്കരുത്. ഈ ആലയം നിങ്ങളോടൊരു ദൂത് പറയുകയാണ്, ദൈവത്തിൽ വിശ്വസിച്ചാൽ അവൻ്റെ മഹത്വം കാണും, അല്ലേ? നിങ്ങൾക്ക് ആവശ്യമൊക്കെ ഉണ്ട് ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച പ്രാർത്ഥനയിലല്ല, മനുഷ്യരിലല്ല ആശ്രയം. പ്രാർത്ഥിച്ചാൽ മതി, നമ്മുടെ പിതാവ് ഉത്തരം നൽകും. അത് ഈ ആലയം നിങ്ങൾ ജീവിക്കുന്നിടത്തോളം കാലം ഈ ആലയം ഈ പ്രദേശത്തോട് ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ അത് വിശ്വാസത്താൽ സംഭവിച്ച ഒരു കാര്യമാണ്, അല്ലേ? അതാണ് വിശ്വാസത്തിൻ്റെ കൃപാവരം. അടുത്തതായിട്ട് പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിച്ചു നോക്കണം. വേറൊരുത്തന് എന്താണ്? രോഗശാന്തികളുടെ വരം. അതാണ് ശരിക്കുള്ളത്. ഇവിടെ ആത്മാവിൽ രോഗശാന്തിയുടെ വരം എന്നാണ്. പക്ഷേ
യവന ഭാഷയും പുതിയ സമകാലിക ബൈബിളിലൊക്കെ വളരെ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. രോഗശാന്തികളുടെ വരം, അത് ബഹുവചനമാണ്. ഗിഫ്റ്റ്സ് ഓഫ് ഹീലിംഗ്. അപ്പം എന്താണ് ഇത്? സൗഖ്യത്തിൻ്റെ വരം അല്ലേ? നമുക്കെല്ലാവർക്കും വളരെ അറിയാവുന്ന പരിചിതമായ ഒരു കൃപാവരമാണ്. എന്താണ്? ആത്മാവ് നമുക്കൊരു പ്രാപ്തി തരികയാണ്. രോഗികളായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെ മരുന്നും ഒന്നും ഇല്ലാതെ തന്നെ അവർ സൗഖ്യം പ്രാപിക്കുന്നു, അവർക്ക് ആരോഗ്യം വീണ്ടെടുക്കാൻ പറ്റുന്നു. രോഗശാന്തികൾ എന്ന് പറഞ്ഞിരിക്കുന്നതിൻ്റെ കാരണം പല തരത്തിലുള്ള രോഗങ്ങൾക്കുള്ള സൗഖ്യമുണ്ട്. ചിലരൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, അവർക്ക് ക്യാൻസർ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ഒരു പ്രത്യേക വരം അല്ലെ. ഞാനിപ്പോൾ പറഞ്ഞ ഈ പാസ്റ്റർ അങ്ങനത്തെ ഒരാളാണ്. പ്രത്യേകിച്ച് ഈ 4th സ്റ്റേജായി ഇനി ചാകുമെന്ന് പറയുന്നവരെയൊക്കെ പുള്ളി പോയി തൊട്ട് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ സൗഖ്യമായി. പിന്നെ അവരുടെ കൂട്ടത്തിൽ ആ പ്രദേശത്തുള്ളൊരു 10 കുടുംബവും കൂടി ഇങ്ങനെ സഭയിലെത്തും. അപ്പോൾ ആ പുള്ളിക്ക് ആ ഒരു വരമുണ്ട് അല്ലേ. ഓരോരുത്തർക്കും ഓരോ വരങ്ങളാണ്. ഈ രോഗശാന്തിക്കകത്തും വിവിധമായ വരങ്ങളുണ്ട്. രോഗശാന്തിയുടെ വരം വരുമ്പോൾ ചിലരുടെ വിചാരം രോഗശാന്തി വരം കിട്ടിയാൽ പിന്നെ കണ്ണി കാണുന്നവരെയൊക്കെ അങ്ങ് കൈവച്ചങ്ങ് രോഗശാന്തി, പിന്നെ അങ്ങ് ഹോസ്പിറ്റലിൽ കയറി അങ്ങ് ഹോസ്പിറ്റലിൽ അങ്ങ് പൂട്ടിക്കാം അല്ലേ എന്നൊക്കെ ചിലർ ചിന്തിക്കാറ്. അങ്ങനെ പറ്റത്തില്ല. കാരണം എന്താണ്? ദൈവാത്മാവ് നൽകുന്ന നിയോഗവും പ്രാപ്തിയും വേണം. അല്ലാതെ എൻ്റെ സ്വന്തം തീരുമാനം ഞാൻ അങ്ങ് തീരുമാനിക്കുകയാണ് നീ അങ്ങ് സൗഖ്യപ്പെടട്ടെ, അങ്ങനെ എൻ്റെ തീരുമാനത്തിലല്ല. അങ്ങനെയാണ് എന്ത് എളുപ്പമായിരുന്നു കൃപാവരങ്ങളൊക്കെ. ഞാൻ അങ്ങ് തീരുമാനിക്കുകയാണ്, അടിസ്ഥാന ഉപദേശങ്ങളെല്ലാം നിങ്ങളങ്ങ് ഗ്രഹിക്കട്ടെ. എനിക്ക് ഒരു പ്രാവശ്യം വന്നിട്ട് അങ്ങ് പ്രാർത്ഥിച്ചിട്ട് അങ്ങ് പോയാൽ ഈ ഇങ്ങനെ ആഴ്ചതോറും ഞാൻ വന്ന് പഠിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ലല്ലേ. അപ്പോൾ ഉപദേശവരത്തിലും എൻ്റെ തീരുമാനവും എൻ്റെ ഇച്ഛയിലും അല്ല ദൈവം പ്രവർത്തിക്കുന്നത്. രോഗശാന്തിയുടെ വരത്തിലും രോഗശാന്തി വരക്കാരൻ്റെ ഇച്ഛയിലും തീരുമാനത്തിലും അല്ല ദൈവം പ്രവർത്തിക്കുന്നത്. സൗഖ്യം ദൈവമാണ് നൽകുന്നത്, അത് ദൈവത്തിന് വിടണം അല്ലേ. ചിലപ്പോൾ പാപമൊക്കെ ചെയ്തിട്ട് രോഗത്തിൽ കിടക്കുന്നവൻ ആ പാപമൊക്കെ ഏറ്റു പറയാതെ ഇപ്പോൾ സൗഖ്യമാകണമെന്ന് നമ്മൾ പിടിച്ചിട്ടൊന്നും കാര്യമില്ല അല്ലേ. ക്രമീകരണങ്ങൾ വന്നു കഴിയുമ്പോൾ ദൈവം സൗഖ്യപ്പെടുത്തുമായിരിക്കും. അതുകൊണ്ട് അങ്ങനെ ഹോസ്പിറ്റലിൽ പൂട്ടിക്കാനൊന്നും നമ്മളെ കൊണ്ട് പറ്റത്തില്ല. ഈ പൗലോസ് തന്നെ നമ്മൾ പലയിടത്തും വായിക്കുന്നുണ്ട്, തിമോത്തിയേ നിനക്ക് വയറുവേദനയാണ്ട് നീ കുറച്ച് വീഞ്ഞൂടെ വെള്ളത്തിൽ കലക്കി കുടിച്ചോ. അയ്യോ അങ്ങ് പ്രാർത്ഥിച്ചാൽ പറ്റും, നിൻ്റെ വയറിലുള്ളത് ഞാൻ അങ്ങ് ശാസിക്കുകയാണ്. ഇപ്പം ടി വിയിലൊക്കെ ചിലർ കണ്ടിട്ടില്ലേ, ഞാൻ നിൻ്റെ വയറിലുള്ളത് ഇപ്പം അങ്ങ് ശാസിച്ച് ഇപ്പം അങ്ങ് പൊക്കോളും അല്ലേ. ദൂരെ എവിടെയോ ഇരിക്കുന്ന പൗലോസിന് അങ്ങ് എഴുതി തിമോത്തിയോസിന് നിൻ്റെ വയറിലെ വേദന നീങ്ങട്ടെന്ന് ഞാൻ എന്താ എഴുതിയിരിക്കുന്നു. അങ്ങനെ ചെയ്യുന്നില്ലല്ലോ അല്ലേ. വേറൊരു വ്യക്തി, നമ്മുടെ കൊലോഷ്യ സഭയിലെ ഒരു സഹോദരൻ അല്ലേ, മരണതുല്യം താൻ രോഗാവസ്ഥയിലെത്തി. ഈ അപ്പോസ്തലൻ കൂടെ അടക്കുമ്പോഴാണ് അപ്പോസ്തലൻ്റെ നിഴലും അപ്പോസ്തലൻ്റെ കൈലേസും ഒക്കെ മതി നമുക്ക് സൗഖ്യം പ്രാപിക്കാൻ. അപ്പോഴാണ് എടുത്ത് മരിക്കാൻ കിടക്കുന്നത്. കൈവച്ചങ്ങ് പ്രാർത്ഥിച്ചാൽ പോരെ. ഇത് നമുക്ക് ഈ തെറ്റായ വിചാരമുണ്ട്, കൃപാവരം എന്ന് പറഞ്ഞാൽ പിന്നെ അങ്ങ് സ്വർഗമായെന്ന്, മായാജാലമാണെന്ന്. അല്ല, ദൈവം പ്രവർത്തിക്കണം. ദൈവം എന്നിലൂടെ പ്രവർത്തിക്കാൻ ഞാനൊരു മുഖാന്തരമാണ്, ഒരു ഉപകരണമാണെന്ന് ദൈവം എന്നോട് പറയുന്നതാണ് എനിക്കൊരു വരം കിട്ടിയെന്ന് പറയുന്നത്. അതിൻ്റെ ഫലങ്ങൾ ദൈവമാണ് തീരുമാനിക്കുന്നത്. ഇപ്പം എനിക്ക് ഉപദേശ വരം ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ എവിടെ പോയി പഠിപ്പിച്ചാലും എല്ലാവരും അങ്ങ് വചനത്തിൽ അങ്ങനെ ഉറപ്പിക്കണമെന്നൊന്നുമില്ല. അത് ദൈവത്തിന് തോന്നണം. എത്രയോ സ്ഥലങ്ങളിൽ നമ്മൾ പ്രസംഗിക്കുമ്പോൾ അറിയാം ഇവിടെ ഒരുത്തനും കേൾക്കുന്നില്ല, ഇവിടെ എന്തൊക്കെയോ ഘോര പാപമുണ്ട്, ഇവിടെ ഒന്നും എറിക്കണില്ല നമുക്ക്. എത്ര ഞാനിനി 30 ദിവസം അവിടെ പ്രസംഗിച്ചാലും ഒരു മാനസാന്തരവും വരുന്നില്ല. കാരണം ദൈവവും അവരും തമ്മിലുള്ള ബന്ധത്തിൽ എന്തോ കുഴപ്പമുണ്ട്. എന്നാൽ വേറെ ചില സ്ഥലങ്ങളിൽ പോയാൽ എങ്ങനെയാണ്, വചനമൊക്കെ അങ്ങ് ഇറങ്ങും നമ്മുടെ പുറത്തു പോട്ട് അല്ലേ. പ്രസംഗിച്ചിട്ട് അങ്ങോട്ട് നിർത്താൻ പറ്റണം അത്ര. കാരണം ഈ ഇരിക്കുന്നവർ ദൈവമായിട്ടോ അത്ര ബന്ധത്തിൽ ഇരിക്കണം. അപ്പോൾ ദൈവം പറയണം എനിക്ക് ഇവരെ നന്നായിട്ട് അനുഗ്രഹിക്കണം, നിന്നെ ഞാൻ അങ്ങോട്ട് ഓടിപ്പിക്കാൻ പോവാ ഇപ്പോൾ അല്ലേ. ദാഹത്തോടുള്ള ജനത്തിൻ്റെ അടുത്തെത്തുമ്പോൾ പരിശുദ്ധാത്മ വളരെ ശക്തിയായിട്ട് ഇറങ്ങും, നമുക്കറിയാൻ പറ്റും. ശരി, അടുത്തത് മറ്റൊരുത്തിന് വീര്യപ്രവൃത്തികൾ. എന്താണ് ഈ വീര്യപ്രവൃത്തികൾ? അതാണ് അത്ഭുതങ്ങൾ എന്നൊക്കെ നമ്മൾ പറയുന്നത് അല്ലേ. അത്ഭുതങ്ങൾ, അടയാളങ്ങൾ. എന്താണത്? പരിശുദ്ധാത്മാവ് നമുക്കൊരു പ്രാപ്തി തരികയാണ്, അതിശക്തമായ ചില അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കാൻ കഴിയുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന് സാധ്യമല്ലാത്തത് അല്ലേ, പ്രകൃതിയിൽ സംഭവിക്കാൻ പറ്റാത്ത ചില കാര്യങ്ങൾ അല്ലേ. വെള്ളത്തെ വീഞ്ഞാക്കുക എന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല, പക്ഷെ അത് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രാപ്തി, അതിശയം പ്രവർത്തിക്കുവാനുള്ളൊരു പ്രാപ്തി ദൈവാത്മാവ് നൽകുന്നു. അതിന് പറയുന്ന വേറൊരു പേരാണ് അത്ഭുതങ്ങളും അടയാളങ്ങളും. എന്താണ് ഈ പേരിൻ്റെ അർത്ഥം? അടയാളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ അത്ഭുതം ഒരു സന്ദേശം കൊടുക്കുകയാണ്. ഈ വന്നിരിക്കുന്ന വ്യക്തിയും ആ വ്യക്തി പറയുന്ന സന്ദേശവും ദൈവത്തിൽ നിന്നാണെന്ന് ഒരു അടയാളം കൊടുക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം, ഇയാൾ സാധാരണ ആളല്ല അല്ലേ. നമ്മൾ പലയിടത്തും കാണുന്നുണ്ട് അങ്ങനെ വീര്യപ്രവൃത്തികൾ പ്രവർത്തിക്കുമ്പോൾ ആളുകൾ ഇയാൾ പറയുന്നത് കേൾക്കണമല്ലോ. നമ്മൾ നോർത്ത് ഇന്ത്യയിലൊക്കെ പോയി ഇങ്ങനെയാണ് സുവിശേഷീകരണം കൂടുതലും നടക്കുന്നത്. ഒരു വീര്യപ്രവൃത്തിയെ കൊണ്ട് പ്രവർത്തിക്കുമ്പോൾ എല്ലാവരും എന്നാൽ പിന്നെ സാറ് പറയുന്നത് കേൾക്കാം കേട്ടോ, സുവിശേഷം കേൾക്കാം. അപ്പോൾ അതൊരു അടയാളമാണ്. അത്ഭുതം എന്ന് പറയുമ്പോൾ
അതിപ്പോൾ വചനം കേൾക്കാത്തവരാകണമെന്നല്ലോ, കേൾക്കുന്നവരൊക്കെ തന്നെ ആയിരിക്കും. പക്ഷേ ഇതങ്ങോട്ട് പ്രവർത്തിച്ച് കഴിയുമ്പോൾ ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തി പ്രത്യക്ഷമാകുമ്പോൾ അവിടെ എന്തുളവാകുന്നു? അതൊരു അത്ഭുതമായതുകൊണ്ട് ദൈവത്തിന് മഹത്വം കരയറ്റുന്നു, അല്ലേ? ദൈവത്തിലുള്ള നമ്മുടെ അതിശയം വർദ്ധിക്കുന്നു. അയ്യോ, ദൈവം എത്ര വലിയവനാണല്ലോ എന്ന് അവൻ്റെ മഹത്വത്തിൻ്റെ ഒരു വെളിപ്പാട് അതിലൂടെ കടന്നു വരും. അതിനാണ് അത്ഭുതം, അടയാളം എന്നൊക്കെ പറയുന്നത്. ഇതും പക്ഷേ എന്തിനു വേണ്ടിയിട്ടാണ്? ആളുകളെ ഉല്ലസിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള വിനോദമല്ല ഇത്. ഇതെന്തിനാണ്? അവരെ ദൈവത്തിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു മുഖാന്തരമാണ്. ഇനി അത് കഴിഞ്ഞിട്ടുള്ളത് പിന്നീട് പറഞ്ഞിരിക്കുന്നത് മറ്റൊരു പ്രവചനം. അപ്പോൾ അടുത്ത ആഴ്ച നമ്മൾ പ്രവചനത്തെ കൂടുതൽ പഠിക്കും. അതുകൊണ്ട് ഞാൻ കൂടുതൽ ഇതിനെക്കുറിച്ച് ഇപ്പോൾ പറയുന്നില്ല. പ്രവചനപരം എന്താണ്? പരിശുദ്ധാത്മാവ് എനിക്കൊരു പ്രാപ്തി നൽകുകയാണ്. ദൈവം ഇപ്പോൾ വെളിപ്പെടുത്തുന്ന ദൈവഹിതം, ദൈവത്തിൻ്റെ ഇഷ്ടം കേൾക്കുന്നവന് ആത്മിക വർധന ഉളവാക്കാൻ വേണ്ടി എന്നിലൂടെ ദൈവം അത് പറയുന്നു. അപ്പോൾ ഇത് തന്നെയല്ലേ നമ്മൾ നേരത്തെ കണ്ട പരിജ്ഞാനത്തിൻ്റെ വചനവും ജ്ഞാനത്തിൻ്റെ വചനവും ഒക്കെ? അല്ല, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ജ്ഞാനത്തിൻ്റെ വചനവും പ്രവചനവും തമ്മിൽ വ്യത്യാസമുണ്ട്. ജ്ഞാനത്തിൻ്റെ വചനവും പരിജ്ഞാനത്തിൻ്റെ വചനവും പലപ്പോഴും നമുക്കും കൂടെ ഗുണമുള്ളൊരു കാര്യമായിരിക്കും. ഇപ്പോൾ പൗലോസ് കപ്പലിൽ മരിക്കൂലെന്ന് പറഞ്ഞാൽ പൗലോസിന് ഗുണമുള്ളൊരു കാര്യമാണ്. പ്രവചനം ഒരിടത്തും നമ്മൾ വചനത്തിലൊരിടത്തും കാണുന്നില്ല ഒരു വ്യക്തി സ്വന്തമായിട്ട് പ്രവചിച്ചെന്ന്, അല്ലേ? തൻ്റെ സ്വന്തം ഒരു വിഷയത്തെക്കുറിച്ച് പ്രവചിച്ചായിട്ട് ഒരിടത്തും വായിക്കുന്നില്ല. പ്രവചനം എപ്പോഴും വേറൊരുത്തനായിരിക്കും. എനിക്കൊരു ബന്ധവും ഇല്ലാത്ത, എനിക്കൊരു ഒരു രീതിയിൽ ഒരു ബന്ധമില്ലാത്തൊരു വിഷയത്തിലായിരിക്കും ഞാൻ പ്രവചിക്കുന്നത്. അതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. എല്ലാം വെളിപ്പാടാണ്. ജ്ഞാനത്തിൻ്റെ വചനം, പരിജ്ഞാനത്തിൻ്റെ വചനം, പ്രവചനം എല്ലാം വെളിപ്പാടാണ്. ദൈവം ഒരു കാര്യം വെളിപ്പെടുത്തി തരികയാണ്. പക്ഷെ വ്യത്യാസം എന്താണ്? പ്രവചനം 100% വേറൊരു വ്യക്തിയെക്കുറിച്ചായിരിക്കും, ആ വ്യക്തിയുടെ വിഷയത്തെക്കുറിച്ചായിരിക്കും, എന്നെക്കുറിച്ചായിരിക്കത്തില്ല. എന്നാൽ എന്നെ ബാധിക്കുന്നതും എനിക്ക് സ്വമേധം അറിയാൻ പറ്റാത്ത കാര്യത്തിൽ നമുക്കൊരു വെളിപ്പാട് വരുമ്പോഴാണ് പരിജ്ഞാനത്തിൻ്റെ വചനം എന്നൊക്കെ പറയുന്നത്, അല്ലേ? അപ്പോൾ പരിജ്ഞാനത്തിൻ്റെ വചനം വേറൊരു വ്യക്തിക്കും ഗുണമുള്ളതായിരിക്കാം, എനിക്കും ഗുണമുള്ളതായിരിക്കും. എന്നാൽ പ്രവചനം എനിക്കൊരു ഗുണവുമില്ല. ഞാൻ പ്രവചിച്ച് വേറൊരാളോട് പറയുമ്പോൾ എനിക്കൊരു ഗുണവുമില്ല. അവന് വേണ്ടിയിട്ടാണിത് 100%. അതാണ് അതുപോലെ തമ്മിലുള്ള വ്യത്യാസം. പ്രവചനത്തെക്കുറിച്ച് നമ്മൾ കൂടുതൽ അടുത്ത ആഴ്ച 14-ാം അധ്യായത്തിൽ നിന്ന് പഠിക്കുന്നതായിരിക്കും. അതുകൊണ്ട് ഞാൻ അത്രയും അത് പറഞ്ഞു വിടുന്നു. അത് കഴിഞ്ഞ് പറഞ്ഞിരിക്കുകയാണ് മറ്റൊരുവന് ആത്മാക്കളുടെ വിവേചനം. അപ്പോൾ അതെന്താണ്? പരിശുദ്ധാത്മാവ് നമുക്ക് ഒരു വിവേചനം പകർന്നു തരികയാണ്. ഒരു വിഷയം നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ ഇത് ദൈവികമാണോ, മാനുഷികമാണോ, പൈശാചികമാണോ എന്നൊക്കെ നമുക്ക് വിവേചിച്ചറിയാൻ പറ്റും. ഇപ്പോൾ നമ്മളൊരു സ്ഥലത്ത് പോയിട്ട് ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ രോഗം ഇയാൾ പാപം ചെയ്തിട്ട് വന്നതാണോ? ഈ രോഗം ദൈവം അനുവദിച്ച ഒരു കഷ്ടതയാണോ? അതോ ഈ രോഗം ഇയാളെ കയറി പിടിച്ചിരിക്കുന്ന ഏതോ പിശാചിൻ്റെ പ്രവൃത്തിയാണോ എന്നറിയണ്ടേ? എന്നാലല്ലേ പ്രാർത്ഥിക്കാൻ പറ്റൂ. അപ്പോൾ അതിന് സഹായമായ വിവേചനം വരെയുള്ള ഒരാളുണ്ട്, എന്ത് സുഖമായി, അല്ലേ? നമ്മൾ ഈ ഗ്രാമീണ ശുശ്രൂഷയിൽ അങ്ങനത്തെ പാസ്റ്റർമാരുണ്ട്. ചെന്നോ അവർക്ക് അപ്പം ദൈവം വെളിപ്പെടുത്തും, ഇത് പാപമാണ് പാസ്റ്ററെ, അല്ലെ ഇത് പശായാണ്, ഇതാ തുടങ്ങാം, അല്ലേ? ഇപ്പം ഒരു പാസ്റ്ററുടെ കാര്യം ഞാൻ പറഞ്ഞു. ഒരിക്കൽ ഒരു പെന്തക്കോസ്ത് സഹോദരി, അപ്പോൾ പിന്നെ നമ്മുടെ ആളാണല്ലോ, പെന്തക്കോസ്ത് സഹോദരി ഭയങ്കര രോഗം. അപ്പോൾ നമ്മളെല്ലാം പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഈ സഹോദരി അങ്ങോട്ട് കടുകുമണി പൊട്ടണ പോലെ അങ്ങോട്ട് അന്യഭാഷ വിവേചനം വരെയുള്ളൊരു പാസ്റ്റർ പറഞ്ഞു, ഈ അന്യഭാഷ ശാസിക്കണം, ഇത് പൈശാചികമാണ്. അന്യഭാഷ പൈശാചികോ? അയ്യോ, ഇതൊന്നും നമ്മളാരും പറഞ്ഞില്ല. കാരണം ഈ പാസ്റ്റർ നല്ല വിവേചനം വരെയുള്ളതാണ്. നമ്മളെല്ലാം കൂടെ അപ്പം തന്നെ ഈ പെന്തക്കോസ്തുകാരിയുടെ അന്യഭാഷ ശാസിച്ചപ്പോൾ അന്യഭാഷ നല്ല വ്യക്തമായിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ മറ്റ് അന്യ ദൈവങ്ങളുടെ പേരൊക്കെയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒന്നും ഇപ്പോൾ പറയുന്നില്ല, അവരുടെ പേരൊക്കെയാണ് ഈ പറയുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് പരിശുദ്ധാത്മാവൊന്നും അല്ല. കണ്ടോ, അന്യഭാഷ പോലും വിവേചിച്ച് പരിശുദ്ധാത്മാവൊന്നും, ഇത് കള്ളമായി, ഇത് വ്യാജമാണ്. അതങ്ങോട്ട് ശാസിച്ചപ്പോഴത്തേക്ക് ഭൂതമായി, ഇളക്കമായി, പെരുക്കമായി, എല്ലാം ആയി. പിന്നെ നമ്മളെന്ത് ചെയ്തു? ഭൂതത്തെ ഓടിച്ചതും മുട്ടുവേദനയും മാറി, തലവേദനയും മാറി, കാലുവേദനയും മാറി. സഹോദരി എഴുന്നേറ്റ് ഓടി. അപ്പോൾ നമ്മൾ ചോദിച്ചു എന്താ? അപ്പോഴാണ് മനസ്സിലാക്കിയത് ഇത് പെന്തക്കോസ്തുകാരിയൊക്കെ ആണെങ്കിലും കല്യാണം കഴിച്ചത് ഹിന്ദുവിനെയാണ്. അമ്പലത്തിൽ പോയി കല്യാണം കഴിച്ചു, ഭൂതവും കിട്ടി, വ്യാജ അന്യഭാഷയും കിട്ടി. കണ്ടോ? അപ്പോൾ അത് വിവേചന വരത്തിലാണ് അത് വെളിപ്പെട്ടു വന്നത്. അപ്പോൾ ഒരു പെന്തക്കോസ് പാസ്റ്റർ തന്നെ പറഞ്ഞത് ഈ അന്യഭാഷ ശാസിക്കണം. നമ്മളാണെങ്കിൽ പറയും, ഓഹോ പാസ്റ്റർ ഈ സഹോദരി പ്രാർത്ഥിച്ച് തകർക്കുന്ന ഉടനെ തന്നെ സൗഖ്യം വരും, എവിടെ വരാനൊന്നും പോകുന്നില്ല, ശാസിക്കണം. കണ്ടോ? അപ്പോൾ വിവേചന വരത്തിൻ്റെ ഗുണം കണ്ടോ ശുശ്രൂഷയിൽ? പ്രത്യേകിച്ച് നമ്മൾ നോർത്ത് ഇന്ത്യയിലൊക്കെ പോകുമ്പോഴാണ് ഇത് വളരെ ശക്തമായിട്ട് ആവശ്യമായിട്ടുള്ളത്. കാരണം ഏതാണ് ഭൂതം, ഏതാണ് രോഗമെന്നൊന്നും അറിയാൻ പറ്റില്ല. മുഴുവൻ ഭൂതങ്ങളുടെ കേന്ദ്രമാണ് നോർത്ത് ഇന്ത്യയിലൊക്കെ പോയി കഴിഞ്ഞു.
അപ്പോൾ കണ്ടോ, അതിന് ഒരുപാട് വാക്യങ്ങൾ ഞാൻ അവിടെ നിങ്ങളുടെ കയ്യിൽ തന്നിട്ടുണ്ട്. ഓടിച്ച് ഞാൻ പോവുകയാണ്, നമ്മൾ വായിക്കുന്നില്ല. മത്തായി 16 നമുക്കറിയാം, കർത്താവ് തൻ്റെ ക്രൂശിനെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ പത്രോസ് ഭയങ്കര സ്നേഹത്തോടെ പറഞ്ഞു, അയ്യോ കർത്താവേ, നിനക്ക് ക്രൂശൊന്നും വരാൻ പാടില്ല. നമ്മൾ പറയത്തില്ല എന്ത് സ്നേഹമുള്ള മനുഷ്യൻ, കർത്താവ് കഷ്ടത്തിലേക്ക് പോകുമ്പോൾ അത് പാടില്ലെന്ന് പറയുന്ന സ്നേഹമല്ലേ. കർത്താവ് വിവേചിച്ച് എന്തോ പറഞ്ഞ്, പോ സാത്താനി എന്ന്. ഇത്ര കണ്ണിച്ചോരയില്ലാത്തൊരു യേശു ആണോ? അല്ല, വിവേചിച്ചതാ. കാരണം പത്രോസ് അല്ലത് പറഞ്ഞു, പത്രോസിനകത്തൊരു ഭൂതം കയറിയിരുന്നായി പറഞ്ഞത്. നമ്മളാണെ പറയും, ആർക്ക് സ്നേഹമില്ല, ഇയാൾക്ക് മാത്രമേ സ്നേഹമുള്ളൂ എന്ന് പറഞ്ഞാൽ ആ ഭൂതത്തെ കയറി കെട്ടിപ്പിടിച്ചേനെ, നമുക്കും കൂടെ ആ ഭൂതം കിട്ടിയേനെ അല്ലേ. അപ്പോൾ വിവേചിക്കണം. കണ്ടോ, ചിലരൊക്കെ വളരെ താഴ്മയോടെ നമ്മളോട് സ്നേഹത്തിലൊക്കെ പറയും, അത് ഭൂതമായിരിക്കും സംസാരിക്കുന്നതിനകത്ത് കേട്ടോ, വിവേചനപരം. അപ്പോൾ പരിശുദ്ധാത്മാവിൽ വളരെയധികം നമ്മളെ എന്താ പറയുക, നമ്മളെ ചാരി നിന്നാലേ ഇത് നടക്കത്തുള്ളൂ. പിന്നീട് നമ്മൾ പത്രോസിൻ്റെ കാര്യത്തിൽ കാണുന്നുണ്ട്, അപ്പോസ്തലന്മാരുടെ കാര്യത്തിൽ. അപ്പോസ്തല പ്രവൃത്തികൾ 5-ാം അധ്യായം നമുക്കറിയാമല്ലോ, അനന്യാസും സഫേർ എന്ന് പറഞ്ഞ 2 വ്യക്തികൾ വ്യാജം കാണിച്ച് സഭയ്ക്കകത്ത് വന്നു അല്ലേ. അവർ നിലം വിറ്റേച്ച് കുറച്ച് മാറ്റി വെച്ചേച്ച് 100% കൊടുക്കുകയാണെന്നുള്ള ജാടയിൽ വന്നു. അപ്പോൾ പത്രോസിന് അപ്പം തന്നെ, നീ എന്തിനാണ് ആ വ്യാജം കാണിച്ചത്? എങ്ങനെ മനസ്സിലായി പത്രോസിന്? ദൈവം വിവേചനം കൊടുത്തു, ഇവൻ കള്ളത്തരം കാണിച്ചുകൊണ്ടായി വരുന്നത് അല്ലേ. അപ്പം മാനുഷികം അല്ല, ആത്മീകമല്ലെന്നുള്ളത് തെളിയിച്ചല്ല. പൈശാചികം മാത്രമല്ല, കപടഭക്തിക്കാരനെയും വിവേചിക്കാൻ പറ്റും, ഇവൻ കള്ളമായി പറയുന്നതൊക്കെ അല്ലേ. അത് കഴിഞ്ഞ് 8-ാം അധ്യായത്തിൽ ഷീമോൻ എന്ന് പറഞ്ഞൊരു വ്യക്തി, അവൻ നോക്കിയപ്പോൾ കൈ വെക്കുമ്പോൾ ആ പരിശുദ്ധാത്മാവിനെ ലഭിക്കുമെങ്കിൽ പിന്നെ എനിക്കും കൂടി ഇതാന്ന് പറഞ്ഞപ്പോൾ പത്രോസ് അവനെ പറയുന്ന കാര്യങ്ങളൊക്കെ വായിച്ച് നമ്മൾ അന്തം വിട്ടു. ഈ ആദ്യമായിട്ട് ജീവിതത്തിൽ കാണുക ഈ വ്യക്തിയെ പത്രോസ്. നിന്റെ ഹൃദയം മുഴുവൻ കയ്പ് കൊണ്ട് നിറഞ്ഞിരിക്കുന്നു, നീ നരകതുല്യനാണെന്നൊക്കെ പറഞ്ഞു അവനെ അങ്ങ് ശപിക്കുന്നതിന് തുല്യം. ഇതൊക്കെ എവിടുന്ന് വിവേചിച്ച് കിട്ടി? ഇത് പരിശുദ്ധാത്മാവ് ആ പത്രോസിലൂടെ സംസാരിച്ചത് കണ്ടോ. ഒരുത്തൻ്റെ ഉള്ളിലിരിപ്പൊക്കെ പുറത്തു പറയാൻ പറ്റുന്നുണ്ട്. അല്ലാതെ അവൻ നല്ല ഉദ്ദേശത്തിലല്ലേ എനിക്കിവിടെ തരുമോ ഈ കൈവെക്കാനുള്ളൊരു ശുശ്രൂഷ തരണേ എന്നല്ല ചോദിച്ചത് അല്ലേ. അത് കഴിഞ്ഞ് പൗലോസിൻ്റെ എടുക്കുമ്പോൾ അപ്പോസ്തല പ്രവൃത്തികൾ 13 അധ്യായത്തിൽ പൗലോസ് ഒരു പ്രദേശത്ത് ചെന്നപ്പോൾ അവിടെ ഒരു മന്ത്രവാദി, ഒരു വിദ്വാൻ എന്നാണ് നമ്മുടെ പഴയ ബൈബിളിൽ, പക്ഷെ അത് മന്ത്രവാദിയാണ്. മന്ത്രവാദി വേറൊരു വ്യക്തിയുടെ വിശ്വാസം തടയുന്നു. ഒരു വ്യക്തി വിശ്വാസത്തിലേക്ക് വരാൻ നോക്കുമ്പോൾ ഈ മന്ത്രവാദി തടഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ പൗലോസ് അവനെ കയറി പറയുന്നു, നീ ദൈവഹിതത്തിനെതിരെയാണല്ലോ, നീ ദൈവത്തിൻ്റെ വഴികളെ മറച്ചു കളയുന്നവനാണല്ലോ എന്നൊക്കെ പറഞ്ഞ് നീ അന്ധനായി പോകും എന്നൊക്കെ പറഞ്ഞ് ശപിക്കുന്നുണ്ട് അല്ലേ. അത് വിവേചനമാണ്. ഇവൻ സാധാ ഒരു വ്യക്തിയല്ല, ഇവൻ പൈശാചികനാണെന്നുള്ളത് വിവേചിച്ചറിഞ്ഞു. അതുപോലെ 16-ാം അധ്യായത്തിൽ നമുക്കറിയാം, അവിടെ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു അല്ലേ, വെളിച്ചപ്പാട് തുള്ളുന്ന ഒരു സ്ത്രീ, ഒരു കൊച്ചു പെൺകുട്ടി. അവളിങ്ങനെ പരസ്യം, ഈ പോകുന്നത് സുവിശേഷകന്മാരാണ്, ഈ പോകുന്ന സുവിശേഷകന്മാരാണ് അല്ലേ. അങ്ങനെ ഇവർക്ക് എങ്ങനെയും ഒരു പീഡ വരുത്തി വെക്കാൻ വേണ്ടി പറഞ്ഞുകൊണ്ടിരിക്കുമ്പം കുറച്ച് കഴിഞ്ഞപ്പോൾ അസഹ്യപ്പെട്ടിട്ടെന്നാണ് അവിടെ പറഞ്ഞത്. അസഹ്യപ്പെട്ടിട്ട് പൗലോസ് അവളെ എന്ത് ചെയ്തു? അവളുടെ ഉള്ളിലുള്ള ഭൂതത്തെ ശാസിച്ചു. അല്ലാതെ ഒരു ഇപ്പം നമ്മൾ ഒരിടത്ത് സുവിശേഷീകരണത്തിൽ പോകുമ്പോൾ ഒരു സഹോദരൻ, അയ്യോ എല്ലാവരും ഓടി വന്ന് നല്ല വ്യക്തികളാകട്ടെ, ഇവർ പറയുന്നത് കേൾക്കണേന്ന് പറഞ്ഞാൽ നമ്മൾ പറയും, സുഖമായി, ഒരാൾ കണ്ട ഫ്രീ ആയിട്ട് നമുക്ക് പരസ്യം ചെയ്തു തരുന്നു അല്ലേ. വിവേചനപരമുള്ളവൻ മനസ്സിലാക്കി ഇത് ഭൂതമാണ്, നമുക്ക് ചുമ്മാ അടി വാങ്ങിച്ചു തരാൻ വേണ്ടിയിട്ടാണ് അല്ലേ. നമ്മൾ സ്വച്ഛമായിട്ട് ഒരു പ്രദേശത്ത് പോയി, ഇപ്പം നമ്മളിവിടെ മീറ്റിംഗ് കൂടുമ്പോൾ ഒരാളവിടെ കവല അവിടെ മീറ്റിംഗ് നടക്കണേ നമുക്ക് എല്ലാവർക്കും പോകണമെന്ന് പറഞ്ഞാൽ നമ്മളെന്താ പറയുക, ഇടാ മിണ്ടായിരടാ, ഇവിടെ ബഹളം ഉണ്ടാക്കാതാണെന്ന് പറയും അല്ലേ. അപ്പം നമ്മൾ അയാൾ എന്ത് നല്ല ആൾ, അയാളെ ഇവിടുത്തെ സുശേഷകനാക്കണം എന്ന് പറഞ്ഞാൽ വിവേചനപരം ഇല്ല കണ്ടോ. അപ്പോൾ വിവേചനം കണ്ടോ, സ്വമേധ നമ്മളിതൊന്നും തിരിച്ചറിയത്തില്ല. നമ്മളൊരു നല്ല പെൺകുട്ടി എന്ന് പറയും. പക്ഷെ പൗലോസ് പറഞ്ഞു ഭൂതമേ ഇറങ്ങിപ്പോകുന്നു അല്ലേ. അത് കാരണം പീഡയായി, അത് കാരണം പിന്നെ കാരാഗ്രഹത്തിൽ പോയി, കാരാഗ്രഹത്തിൽ ഭൂകമ്പം ഉണ്ടായി, അത് കാരണം കാരാഗ്രഹക്കാരൻ അല്ലേ, അവിടുത്തെ സെക്യൂരിറ്റി രക്ഷിക്കപ്പെടുന്നു. അങ്ങനെയാണ് ഫിലിപ്പിയ അവിടുത്തെ മുഴുവൻ എല്ലാ കഥകളും പിന്നാണ് ഉണ്ടാകുന്നത് അല്ലേ. അപ്പോൾ കണ്ടോ വിവേചനപരത്തിൻ്റെ ഗുണം കണ്ടോ. ഇനി അത് കഴിഞ്ഞ് പറഞ്ഞിരിക്കുന്നതാണ് ഭാഷാവരം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടു, അന്യഭാഷയിൽ സംസാരിക്കുക. എന്താണ്? ബുദ്ധിയിൽ പഠിച്ചിട്ടില്ലാത്ത ഒരു ഭാഷ. അത് മാനുഷിക ഭാഷയാകാം, സ്വർഗീയ ഭാഷയാകാം, ദൈവം തരുന്ന ഏതെങ്കിലും ഒരു ഭാഷയാകാം. അത് പഠിക്കാതെ തന്നെ എനിക്കതിൽ ദൈവത്തോടുള്ള സംസർഗത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്നു. അതെനിക്ക് മനസ്സിലാകുന്നില്ലേലും ഞാൻ ആ ആത്മാവുമായിട്ടുള്ള സംസർഗത്തിൽ സംസാരിക്കുന്നത് കൊണ്ട് എനിക്ക് ആത്മീക വർധനവുണ്ടാകുന്നു. അത് വ്യാഖ്യാനിക്കുകയാണെങ്കിൽ സഭയ്ക്കും ആത്മീക വർധന ഉണ്ടാകും. കഴിഞ്ഞ പ്രാവശ്യം കണ്ടതായതുകൊണ്ട് അതങ്ങ് ഞാൻ വിടുകയാണ്. അത് കഴിഞ്ഞ് 9ാമത്തെ വരമാണ്. എല്ലാം കഴിഞ്ഞ അവസാനം എന്താണ്? മറ്റൊരുത്തന് ഭാഷകളുടെ വ്യാഖ്യാനം. വ്യാഖ്യാനവരം നമ്മുടെ നാട്ടിലൊന്നും കാണാത്ത ഒരു വരം അല്ലേ. എന്താണ് വ്യാഖ്യാനപരം? അന്യഭാഷയിൽ സംസാരിച്ചത് ബുദ്ധിപരമായി മനസ്സിലാകുന്ന ഒരു ഭാഷയിലേക്ക് അത് വ്യാഖ്യാനിച്ചു പ്രസ്താവിക്കുവാൻ പരിശുദ്ധാത്മാവ് ഒരു പ്രാപ്തി നൽകുന്നു. അതിനാണ് വ്യാഖ്യാനപരം എന്ന് പറയുന്നത്. വ്യാഖ്യാനപരം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തർജിമയല്ല അല്ലേ. ഓരോ വാക്കും അന്യഭാഷയിൽ കുക്കു എന്ന് പറഞ്ഞാൽ ഇതാണ്, കക്കക്ക എന്ന് പറഞ്ഞാൽ അതാണ്, അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല ഈ വ്യാഖ്യാനപരം ഉള്ളതിന്.
വ്യാഖ്യാനപരമുള്ളവന് പരിശുദ്ധാത്മാവ് ഒരു ബോധ്യം കൊടുക്കുകയാണ്, ഇവൻ പറഞ്ഞതാണ്ട് ഇതാണ്, ഇത്രയേ ഉള്ളൂ, ആശയമേ ഉള്ളൂ. അപ്പോൾ ചിലപ്പോൾ ഒരു വ്യക്തി 5 മിനിറ്റ് ബാബാ എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പം ഈ വ്യക്തി 1 മിനിറ്റ് കൊണ്ട് അത് അതിൻ്റെ വ്യാഖ്യാനം പറഞ്ഞു തന്നിരിക്കും. കാരണം അത് വ്യാഖ്യാനമാണ്, തർജ്ജിമയല്ല. അതിൻ്റെ ആശയം ദൈവാത്മാവ് വെളിപ്പെടുത്തി കൊടുക്കുന്നു. ഈ വ്യാഖ്യാനപരം നമ്മൾ 14-ാം അധ്യായത്തിൽ കണ്ടതാണ്. ഈ അന്യഭാഷ പറയുന്ന വ്യക്തിക്ക് തന്നെ കാണും, അങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് 13-ാം വാക്യത്തിൽ. ഇല്ല, വേറൊരു വ്യക്തിക്കായിരിക്കും, അയാളായിരിക്കും വന്ന് വ്യാഖ്യാനിക്കുന്നത്. അപ്പോൾ കണ്ടോ, 9 വരങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. 11-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുകയാണ്, ഇതെല്ലാം പ്രവർത്തിക്കുന്നത് താൻ ഇച്ഛിക്കും പോലെ അവനവന് അതത് വരം പകുത്തു കൊടുക്കുന്ന ഒരേ ആത്മാവ് തന്നെ. വരങ്ങളെല്ലാം വ്യത്യസ്തമാണേലും പകുത്തു കൊടുക്കുന്നവനാണ് ഇതിലൂടെ പ്രവർത്തിക്കുന്നത്. അതാരാണ്? പരിശുദ്ധാത്മാവാണ്. അപ്പോൾ കണ്ടോ, ഇത് എനിക്ക് ഈ വരമുണ്ട് ആ വരമുണ്ടെന്ന് പറഞ്ഞാൽ എനിക്കിത് ചെയ്യാനുള്ള പ്രാപ്തി ഉണ്ടെന്നല്ല, എന്നെ ഒരു ഉപകരണമാക്കി ഉപയോഗിച്ച് ദൈവം പ്രവർത്തിക്കുകയാണ്, അല്ലേ? അപ്പം ഇതിലൂടെ പ്രവർത്തിക്കുന്നവൻ പരിശുദ്ധാത്മാവാണ് പ്രവചിക്കുന്നത്, പരിശുദ്ധാത്മാവാണ് അന്യഭാഷ പറയിപ്പിക്കുന്നത്, പരിശുദ്ധാത്മാവാണ് ജ്ഞാനത്തിൻ്റെ വചനവും സൗഖ്യവും എല്ലാം കൊടുക്കുന്നത്. ശരി, ഇനി അവസാനം ഈ 12-ാമത്തെ വാക്യം മുതൽ 27-ാമത്തെ വാക്യം വരെയുള്ള രത്ന ചുരുക്കത്തിൽ എന്ത് കാണുന്നു എന്ന് ചോദിച്ചാൽ 4 സത്യങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ പൗലോസ് ചെയ്യുന്നത്, വിവിധ വരങ്ങളാണേലും ശരീരം, സഭ ഒന്നേ ഉള്ളൂ. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ആ സഭയും അല്ലെങ്കിൽ ശരീരവും അവയവങ്ങളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള 4 സത്യങ്ങൾ ഞാനങ്ങ് പറഞ്ഞ് നമുക്ക് ഇന്നത്തെ യോഗ അവസാനിപ്പിക്കാം. 14 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിൽ പൗലോസ് പഠിപ്പിക്കുന്നത്, അതതിൻ്റെ 14-ാം വാക്യം വായിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം. ശരീരം ഒരവയവമല്ല, പലതത്രേ എന്ന് പറഞ്ഞാൽ ഒരവയവത്തിലേക്ക് ശരീരത്തെ വെട്ടിച്ചുരുക്കരുത്. നമ്മുടെ പല സഭകളിലും ഒരു പാസ്റ്ററുണ്ട്, ആ പാസ്റ്റർക്ക് കൃപാവരങ്ങളൊക്കെ ഉണ്ട്, നമുക്കാർക്കും കൃപാവരമൊന്നുമില്ല. നമ്മളൊന്നും ശരീരത്തിൻ്റെ ഭാഗമേ അല്ല. എന്നിട്ട് അയാൾ ഓടി നടന്ന് ശുശ്രൂഷ. ഈ പല പെന്തക്കോസ്ത് സഭകളും കരിസ്മാറ്റിക് സഭകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇതാണ് ചെയ്യണത്. ഒരവയവമുണ്ട്, അയാൾക്ക് കൃപാവരമൊക്കെ ഉണ്ട്, ബാക്കി എല്ലാവരും ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ ശരീരത്തെ ഒരവയവത്തിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യരുത്? വെട്ടിക്കുറയ്ക്കരുത്. ശരീരം ഒരവയവമല്ല, പലതത്രേ. കേട്ടോ, ഞാൻ കൈയല്ലായക കൊണ്ട് ശരീരത്തിലുള്ളതല്ല എന്ന് കാല് പറയുന്നുവെങ്കിൽ അതിനാൽ അത് ശരീരത്തിനുള്ളതല്ല എന്ന് വരികയില്ല. ഞാൻ കണ്ണല്ലായക കൊണ്ട് ശരീരത്തിലുള്ളതല്ല എന്ന് ചെവി പറയുന്നുവെങ്കിൽ അതിനാൽ അത് ശരീരത്തിലുള്ള അല്ല എന്ന് വരികയില്ല. ശരീരം മുഴുവൻ കണ്ണായാൽ ശ്രവണം എവിടെ? ശരീരത്തിൽ ആകെ കൂടെ പ്രസംഗകൻ മാത്രമുണ്ട്. ഈ സഭയിൽ ആകെ കൂടെ നടക്കുന്ന കൃപാവര ശുശ്രൂഷ, പ്രസംഗം, ഒന്നുമില്ല. ഇപ്പം ഞാനിവിടെ നിൽക്കുന്നു, എനിക്ക് പകരം ഒരു വലിയ കണ്ണിങ്ങനെ നിന്നാൽ നിങ്ങളെന്ത് പറയും? ഇങ്ങനെ പൊക്കത്തിലൊരു കണ്ണിങ്ങനെ, ഒരു കണ്ണ് മാത്രം, മൂക്കില്ല ചെവിയില്ല ഒന്നുമില്ല, ഒരു കണ്ണിങ്ങനെ നിന്നിട്ട് സംസാരിക്കുക. നിങ്ങൾ പറയും എന്തോ ഒരു വിരൂപം ആയൊരു സാധനം വന്നിരിക്കും, ഇറക്കി വിടാൻ പറയും, അല്ലേ? കണ്ണും മൂക്കും കൈയും കാലും എല്ലാം കൂടെ ചേർന്നൊരു ശരീരമായാലേ ശരീരമാകത്തുള്ളൂ എന്ന് പറയുന്നത് പോലെ ക്രിസ്തുവിൻ്റെ ശരീരത്തിൽ ഈ 9 കൃപാവരങ്ങളും കൂടെ ചേർന്ന് വന്നാലേ ഭംഗിയുള്ള ശരീരമാകത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഒരു അന്യഭാഷ, ഒരു പ്രസംഗകൻ, പിന്നെ വേണമെങ്കിൽ ഒരു സൗഖ്യവും കൂടെ ആയാൽ, ഒരു കയ്യുമായി ഒരു കാലുമായി, പിന്നെ വേണം ഒരു കണ്ണ് ഒരു ചെവിയും കൂടെ ആയെന്ന് വെച്ചോ, ഇങ്ങനെ വന്ന് നിൽക്കുക, ഒരു സത്വം, അല്ലേ? നമ്മളെന്താ പറയും? അയ്യോ ഒരു ശവം വന്ന് നിൽക്കുന്നതെന്ന് പറയും. അതാണ് ദൈവസഭ. ഇന്നത്തെ ദൈവസഭ ഒരു കയ്യും ഉണ്ട്, കാലും ഉണ്ട്, പിന്നെ ഒരു തലയും ഉണ്ട്, ബാക്കിയൊക്കെ എവിടെ മണ്ണിനടിയിൽ പോയി, അല്ലേ? കൊലപാതകം കഴിഞ്ഞ് വെട്ടിത്തുണ്ടോ ആക്കിയിട്ടിരിക്കുന്ന പോലെ കിടപ്പുണ്ട്. അങ്ങനെ ശരീരത്തെ ഒരു കൃപാവരത്തിലേക്ക് നിങ്ങൾ വെട്ടിച്ചുരുക്കരുത്. ഇനി 2-ാമത്തെ പാഠം അതിൻ്റെ 20-ാമത്തെ വാക്യത്തിലുണ്ട്, എന്നാൽ അവയവങ്ങൾ പലതെങ്കിലും ശരീരം ഒന്നു തന്നെ. അതും പഠിക്കണം. അവയവങ്ങൾ പലതാണേലും ഒരേ ഒരു ശരീരമേ ഉള്ളൂ. അല്ലാതെ അവയവങ്ങൾക്ക് തോന്നിയ പോലെ നടക്കാൻ പറ്റും. നമ്മൾ ഈ ഫുട്ബോളൊക്കെ കളിക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ പറയും ഒരുത്തൻ സെൽഫ് കളിയാണ്. അതായത് അവന് ബോൾ കിട്ടിയാൽ പിന്നെ അവൻ അങ്ങ് അറ്റം വരെ ഗോൾ അടിക്കുന്നവരെ അവൻ പാസ് ചെയ്യത്തില്ല ആർക്കും, അല്ലേ? അതായത് ഒരു ടീമായിട്ട് കളിക്കേണ്ട കളിയിൽ അവനങ്ങ് ഒറ്റയ്ക്ക് കളിക്കുക. അല്ല, ഒറ്റയ്ക്ക് കളിക്കണേ നീ വല്ല ഓട്ടത്തിനും പോക്കോ, അത് ടീമല്ലല്ലോ, അല്ലേ? എന്ന് പറയുന്ന പോലെ ശരീരത്തിലെ അവയവങ്ങൾ പലതാണേലും ഒരൊറ്റ ശരീരമേ ഉള്ളൂ. കണ്ണിനു കൈയോട് നിന്നെ കൊണ്ട് എനിക്ക് ആവശ്യമില്ല എന്നും തലയ്ക്ക് കാലുകളോട് നിങ്ങളെ കൊണ്ട് എനിക്ക് ആവശ്യമില്ല എന്നും പറഞ്ഞുകൂടാ. പ്രസംഗം പറയാണ്, എടാ നീയൊക്കെ എന്തിനുള്ളടാ അവിടെ ബാക്കി ഇരുന്ന് ചുമ്മാ ഇരിക്കും, നീ ഒന്നും ഒരിക്കലും പ്രസംഗിക്കത്തുമില്ല, നിനക്കൊന്നും ഒരു കൃപാവരമില്ല, നീ പോടാന്ന് പറയാൻ പറ്റത്തില്ല. ശരീരത്തിനകത്തെ ഒരവയവത്തിന്, അല്ലേ? ചില അവയവങ്ങളെ ഈ മുമ്പിൽ വന്ന് നിന്ന് പ്രമുഖരായി നിൽക്കത്തുള്ളൂ. ഇപ്പം നമ്മുടെയും ശരീരത്തിലെ എല്ലാ ഭാവവും കാണിച്ചുകൊണ്ടാണ് നമ്മൾ നടക്കുന്നത്, അല്ലേ?
മുഖം കാണാൻ, കൈ കാണാൻ, ബാക്കിയൊക്കെ നമ്മൾ മൂടി വെച്ചിരിക്കുക. അതിൻ്റെ അർത്ഥം അതൊന്നും എൻ്റെ ശരീരമല്ല കേട്ടോ എന്ന് പറയാൻ പറ്റുമോ? കണ്ണ് പറയുകയാണ് ഹൃദയത്തോട്, ഹൃദയമേ നിന്നെ ആരും ഒരിക്കലും കാണാറില്ല, നീ പോടാന്ന് പറഞ്ഞാൽ അതോടെ തീരും കണ്ണ്, അല്ലേ? അപ്പോൾ കാണാത്തത് കൊണ്ടോ, പുറകിലിരിക്കുന്നത് കൊണ്ടോ, ഒച്ചയില്ലാത്തത് കൊണ്ടോ, പ്രാമുഖ്യമില്ലാത്തത് കൊണ്ടോ, ഇതൊക്കെ ഉണ്ടെന്ന് പറയുന്ന അവയവങ്ങൾ മറ്റുള്ളവരെ തുച്ഛീകരിക്കാൻ പാടില്ല. എനിക്ക് വീര്യപ്രവർത്തികളുണ്ട്, നിനക്ക് വ്യാഖ്യാനമേ ഉള്ളൂ എന്നും പറഞ്ഞ് വ്യാഖ്യാനപരത്തെ തള്ളിക്കളയരുത്. വ്യാഖ്യാനപരം വളരെ അത്യാവശ്യമാണ് ഇന്നത്തെ കാലത്ത്. വീര്യപ്രവർത്തിയൊക്കെ ഒരുപാടുണ്ട്, അല്ലേ? അങ്ങനെ ഒരു കൃപാവരത്തെയും കൊച്ചാക്കി കാണരുത്. ഒരു ശരീരമേ ഉള്ളൂ, പല അവയവങ്ങളാണ്. അത് തന്നെയാണ് 22-25 വരെയും പറയുന്നത്. ഒരു കൃപാവരത്തിലുള്ളവരെയും നമ്മൾ കൊച്ചാക്കാൻ പാടില്ല. അവസാനം 26-ും 27-ലും പറയുന്നത് ഈ അവയവങ്ങൾ അന്യോന്യം എങ്ങനെയുള്ളവരായിരിക്കണം? ഒരേ ഹൃദയമുള്ളവരായിരിക്കണം. അതുകൂടെ വായിച്ച് ഞാൻ അവസാനിപ്പിക്കട്ടെ. 26-27. അതിനാൽ ഒരവയവം കഷ്ടം അനുഭവിക്കുന്നുവെങ്കിൽ അവയവങ്ങളൊക്കെയും കൂടെ കഷ്ടം അനുഭവിക്കുന്നു. ഒരവയവത്തിന് മാനം വന്നാൽ അവയവങ്ങളൊക്കെയും കൂടെ സന്തോഷിക്കുന്നു. അങ്ങനെയല്ലേ? ഇപ്പം നിങ്ങളുടെ കാലിന് ഇടി കൊണ്ടാൽ നിങ്ങളുടെ കൈ പറയുമോ കാലിന് ഇടി കൊണ്ടു എന്നാണോ പറയുന്നത്? കൈ പോയി തടവും കാലിനെ. എന്തുകൊണ്ടാ? ഒരു ശരീരമാണ്. അല്ലാതെ കാലിന് ഇടി കൊണ്ട കൈ പറയത്തില്ല കാലിനെ ഇടി കൊണ്ടുള്ളൂ, എനിക്ക് ഇടി കൊണ്ടില്ലെന്ന് പറയൂ, ഇല്ല. എന്ന് പറഞ്ഞതുപോലെ പ്രസംഗകനും വ്യാഖ്യാനതാവും രോഗശാന്തിക്ക ഇതെല്ലാം ഒരു ശരീരമാണ്. ഇപ്പം ഏതെങ്കിലും ഒരു അവയവം അവിടെ പോയി വലിയ വീരപ്രവൃത്തി ചെയ്ത് ദൈവത്തിന് മഹത്വം ഉണ്ടായാൽ ബാക്കി എല്ലാവരും കൂടെ സന്തോഷിക്കണം. അല്ലാതെ ഞാൻ പോയിട്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നെന്ന് പറഞ്ഞ് അസൂയ പൂണ്ട് കിടക്കുകയല്ല വേണ്ടത്. ഇന്ന് കൃപാവരങ്ങളുള്ള പല സഭകളും ഈ അസൂയയും, ഇയാൾ എപ്പോൾ നോക്കിയാലും അങ്ങ് പുൾപ്പിറ്റിൽ കയറി പ്രസംഗമാണല്ലോ, എല്ലാ സൺഡേ ഇയാൾ യൂട്യൂബിലാണല്ലോ, എന്നെ ഒരിക്കലും വിളിക്കാറില്ലല്ലോ. നിങ്ങൾക്ക് പറഞ്ഞിരിക്കുന്ന കൃപാവരത്തിൽ നിങ്ങൾ നീങ്ങുക. അയാളുടെ കൃപാവരത്തിൽ ദൈവം നീങ്ങുമ്പോൾ അയാൾക്ക് ദൈവം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിൽ ദൈവമഹത്വം വരുന്ന ദൈവത്തെ സന്തോഷിക്കുക. ഇത് കൃപാവരം ദൈവത്തെ മഹത്വീകരിക്കാനല്ല, എനിക്ക് പൊങ്ങാനാണെങ്കിൽ എനിക്ക് അസൂയൊക്കെ വരും, അല്ലേ? എല്ലാവരുടെയും ഉദ്ദേശം നമ്മളിലൂടെ ആത്മാവ് ഇറങ്ങി പ്രവർത്തിച്ച് കർത്താവിന് മഹത്വം വരണമെന്നാണെങ്കിൽ ഏത് അവയവം ഉപയോഗിച്ചാലും നമുക്ക് സന്തോഷമായിരിക്കും. ഇനി ഏതെങ്കിലും ഒരു അവയവത്തിന് ക്ഷതമേറ്റ് കിടക്കാൻ നമുക്ക് ദുഃഖവും വരും. നമ്മളെല്ലാം ഒരു ശരീരമാണ്. ഈ ശരീരത്തിൻ്റെ ചിത്രമാണ് ഈ അധ്യായം മുഴുവൻ. അപ്പോൾ കൃപാവരങ്ങളും കർത്താവിൻ്റെ സഭ ഒരു ശരീരമാണെന്നുള്ളത് നമ്മൾ മനസ്സിൽ വെക്കണം. നമ്മളെല്ലാം ഒരു ശരീരമാണ്. നമ്മൾ ഏത് സഭയെക്കുറിച്ച് നമ്മൾ ഈ ആണ്ടൂർ കോണത്ത് കൂടുന്ന സഭ ആലോചിക്കണം. നമ്മളൊരു ശരീരമാണ്. അവിടെ ഈ സഹോദരനും മറ്റേ സഹോദരനും മാത്രം ശുശ്രൂഷിക്കണം. നമ്മളെല്ലാം ശുശ്രൂഷിക്കണം. നിങ്ങളും ശുശ്രൂഷിക്കണം. എല്ലാവരും ശുശ്രൂഷിക്കണം. നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന കൃപാവരങ്ങൾ ഏതാണെന്ന് മനസ്സിലാക്കി നമ്മൾ ശുശ്രൂഷിക്കണം. സമയം കടന്നുപോയാണ്, ഞാൻ അവസാനിപ്പിക്കട്ടെ. എന്താ കണ്ടതെന്നുള്ളത് ഉപസംഹരിച്ച് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. എന്താണ് കൃപാവരങ്ങളുടെ നിർവചനം? നമ്മൾ കണ്ടു. ആത്മാവ് നമ്മളിലൂടെ പ്രവർത്തിക്കുവാൻ ദൈവാത്മാവ് ഒരു പ്രാപ്തി നൽകുന്നു. അത് കഴിഞ്ഞ് നമ്മൾ കണ്ടു ആത്മാവിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം കർത്താവിൻ്റെ യേശുവിൻ്റെ കർത്തൃത്വം ഉയർത്തിക്കാട്ടി അതിലേക്ക് ആളുകളെ ആനയിക്കുവാൻ വേണ്ടിയിട്ടാണ് കൃപാവരങ്ങൾ. ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ കൃപാവരങ്ങളുടെ ഉദ്ദേശം അതാണ്. ക്രിസ്തുവിൽ മറ്റുള്ളവരെ പണിയണം. അവർ കർത്താവിൻ്റെ കർത്തൃത്വത്തിന് കൂടുതൽ കൂടുതൽ വിധേയപ്പെടണം, അനുസരണമുള്ളവരായി മാറണം. പിന്നെ നമ്മൾ 9 കൃപാവരങ്ങൾ കണ്ടു. ജ്ഞാനത്തിൻ്റെ വചനം, പരിജ്ഞാനത്തിൻ്റെ വചനം, വിശ്വാസം, രോഗസൗഖ്യങ്ങൾ, അല്ലേ, രോഗശാന്തി വരങ്ങൾ. പിന്നെ നമ്മൾ കണ്ടു വീര്യപ്രവർത്തികൾ, പ്രവചനം, ആത്മാക്കളെ വിവേചിക്കുന്ന വരം, ബഹുവിധ ഭാഷാവരം അല്ലെങ്കിൽ അന്യഭാഷ, പിന്നെ കണ്ടു വ്യാഖ്യാനവരം. ഇങ്ങനെ 9 കൃപാവരങ്ങൾ നമ്മൾ കണ്ടു. ഇത് തമ്മിലുള്ള ബന്ധം സൂചിപ്പിക്കുന്ന 4 സത്യങ്ങൾ നമ്മൾ കണ്ടു, അല്ലേ? ഒരു ശരീരമേ ഉള്ളൂ, എന്നാൽ ഒരു അവയവത്തിലേക്ക് അതിനെ വെട്ടിച്ചുരുക്കരുത്. നമുക്ക് തോന്നുന്നതാണ് ചില കൃപാവരങ്ങളൊക്കെ ചെറുതാണെന്ന്, അതിനെ അങ്ങനെ കൊച്ചാക്കരുത്. ഒരു കൃപാവരത്തെയും കൊച്ചാക്കാൻ പാടില്ല. അങ്ങനെ നിങ്ങൾക്ക് ബലഹീനമാണെന്ന് തോന്നുന്ന കൃപാവരങ്ങളുള്ളവരെ നമ്മൾ എന്ത് ചെയ്യണം? കൂടുതൽ കരുതണം. അത് 22 മുതൽ 25 വരെയുള്ള വാക്യങ്ങളിലുണ്ട്. അവസാനം അന്യോന്യം ഒരേ മനസ്സുള്ളവരായിരിക്കണം. ഈ ശരീരത്തെ പരിപോഷിക്കാനും ഈ ശരീരത്തിൽ ദൈവം ചെയ്യുന്ന പ്രവൃത്തിയിലൂടെ കർത്താവിൻ്റെ രാജ്യം വളരണം, അവൻ്റെ നാമമഹത്വം ഉളവാകണം എന്നുള്ള ഒരൊറ്റ ഉദ്ദേശത്തിലായിരിക്കണം നമ്മൾ കൃപാവരം എന്നുള്ള വിഷയത്തിൽ മുമ്പോട്ട് പോകുവാൻ. ഇനി അവസാനം പറഞ്ഞു നിർത്തുന്നത് ശ്രേഷ്ഠ വരങ്ങളെ വാഞ്ചിപ്പീൻ, 31-ാമത്തെ വാക്യം. അപ്പോൾ കൃപാവരങ്ങളെ പരിശുദ്ധാത്മാവാണ് നൽകുന്നതെങ്കിലും നമുക്ക് വാഞ്ചിക്കാനും കഴിയും. അതെങ്ങനെ വാഞ്ചിക്കണം, ഏത് വഴിയിലൂടെ വാഞ്ചിക്കണം, എങ്ങനെ ശുശ്രൂഷിക്കണം, പിന്നെ പ്രവചനത്തെക്കുറിച്ചുള്ള 1-2 കാര്യങ്ങൾ, ഇതൊക്കെയാണ് അടുത്ത ആഴ്ച നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇപ്പോൾ നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. ഓരോരുത്തൻ അവനവന് ലഭിച്ചിരിക്കുന്ന കൃപാവരങ്ങൾക്കൊത്തവണ്ണം നല്ല ഗൃഹവിചാരകന്മാരായി അന്യോന്യം ശുശ്രൂഷിക്കണം. ഇതാണ് ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള ആഗ്രഹം.
അങ്ങനെ എല്ലാവരും ശുശ്രൂഷിച്ചാലേ സഭ ഒരു ആരോഗ്യമുള്ള ശരീരമാവുകയുള്ളൂ. അപ്പോൾ നമുക്ക് നമ്മളെ തന്നെ വ്യക്തിപരമായ ദൈവസന്നിധിയിൽ അർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവെ, എനിക്ക് നൽകിയിരിക്കുന്ന കൃപാവരം എന്താണെന്ന് എനിക്കൊന്ന് വെളിപ്പെടുത്തി തരണം. അതിൻ്റെ നല്ല ഗൃഹവിചാരകനായി എൻ്റെ കൂട്ടുവിശ്വാസികളെ ശുശ്രൂഷിക്കുവാനുള്ള ഒരു മനോഭാവവും പ്രാപ്തിയും എനിക്ക് പകർന്നു നൽകണമേ എന്നുള്ളൊരു സമർപ്പണത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന വലിയവനായ കർത്താവെ, കേൾപ്പിച്ച വചനത്തിനായിട്ട് സ്തോത്രം. കർത്താവെ, കൃപാവരങ്ങളിലൂടെ ആത്മാവ് ഞങ്ങളിലൂടെ നീങ്ങി നിൻ്റെ സഭയെ പണിയണമേ. ഞങ്ങളുടെ ശുശ്രൂഷ ദൈവത്തിന് മഹത്വമുള്ളതായിരിക്കണമേ. കർത്താവ്, ഇവിടെ കൂടിയിരിക്കുന്ന സകല ജനത്തിനും അവരെക്കുറിച്ചുള്ള ദൈവഹിതം ഇന്നതെന്ന് നീ വെളിപ്പെടുത്തി കൊടുക്കണമേ. പരിശുദ്ധാത്മാവിലൂടെ നീ അവർക്ക് നൽകിയിരിക്കുന്നതോ നൽകാനിരിക്കുന്നതോ ആയ ദൈവിക ശുശ്രൂഷ ഇന്നതെന്ന് വെളിപ്പെടുത്തി കൊടുക്കണമേ. വരും ദിവസങ്ങളിൽ ആ കൃപാവരത്തിൽ ശക്തമായി നീങ്ങുവാനും ദൈവസഭ പണിയുവാനുമുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ സന്നിധിയിൽ ഞങ്ങൾ കടന്നു വരുമ്പോൾ നല്ല ഗൃഹവിചാരകന്മാരായിരുന്നു എന്നുള്ള ആ വാക്കു കേൾക്കുവാൻ, വിശ്വസ്തയോടെ നിൻ്റെ ശുശ്രൂഷ ചെയ്യുവാൻ, വിശ്വസ്തയോടെ കൂട്ടുസഹോദരങ്ങളെ സ്നേഹിപ്പാനും ശുശ്രൂഷിപ്പാനും, മറ്റുള്ളവരെ ക്രിസ്തുവിൽ നേടുവാനും ക്രിസ്തുവിൽ യഥാസ്ഥാനപ്പെടുത്തുവാനും ദൈവമഹത്വത്തിനായിട്ട് ഞങ്ങളെ ഈ വിഷയത്തിൽ മുന്നോട്ട് നീ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെയൊക്കെ സഭകൾ പേരിന് കരിസ്മാറ്റിക് ആയിട്ടിരിക്കാതെ പ്രവൃത്തിയിൽ കരിസ്മാറ്റിക് സഭകളാകുവാൻ, ആത്മീക വരങ്ങൾ ജ്വലിപ്പിക്കുന്ന, സ്നേഹമുള്ള, ശരീരം പോലെ ഐക്യമുള്ള, കരുതലുള്ള, ദൈവിക ശക്തി വെളിപ്പെടുത്തുന്ന ഒരു സഭയാക്കി നീ മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃപാവരങ്ങളെക്കുറിച്ച് കൂടുതൽ പഠിക്കുമ്പോൾ കർത്താവേ, ആത്മസ്നാനത്തിൻ്റെ അനുഭവം പ്രാപിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ അനുഭവം പ്രാപിക്കുവാനും അതിലൂടെ ആത്മാവ് നൽകുന്ന ദാനങ്ങൾ പ്രാപിക്കുവാനും നീയായിട്ട് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം ഈ സ്റ്റഡി അനുഗ്രഹിച്ചതിനായിട്ട് സ്തോത്രം. കടന്നു വന്ന സകലരെയും നിൻ്റെ കരത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവ് എല്ലാ വിഷയങ്ങളിലും കൂടെ ഇരിക്കണമേ, സമാധാനിപ്പിക്കണമേ, സഹായിക്കണമേ. അവർ അഭിമുഖീകരിക്കുന്ന എല്ലാ പ്രയാസങ്ങളുടെയും പ്രശ്നങ്ങളുടെയും മധ്യത്തിൽ ദൈവകരം ഇറങ്ങി പ്രവർത്തിക്കണമേ കർത്താവ്. അവരുടെ കുടുംബങ്ങളെയും ഭവനങ്ങളെയും ഒക്കെ നീ കരുതണമേ കർത്താവ്. അവരുടെ കൂടെ ഇരിക്കണമേ. ദൈവ ആശ്രയത്തിൽ, ദൈവസഹായത്താൽ ജീവിതത്തിൽ മുന്നോട്ട് പോകുവാൻ സകലരെയും നീ സഹായിക്കണം. ഈ പ്രദേശത്തെ പ്രത്യേകിച്ചോർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇവിടെ ഒരു വലിയ കൊയ്ത്തിനായിട്ട് കർത്താവ് ഈ ദിവസങ്ങളിലിടുന്ന ഈ അടിസ്ഥാനം കർത്താവെ, വലിയൊരു സഭയ്ക്ക് കർത്താവെ മുതൽക്കൂട്ടാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വരും ദിവസങ്ങളിൽ, വരും മാസങ്ങളിൽ, വർഷങ്ങളിൽ ഞങ്ങൾ ആ കൊയ്ത്ത് കാണുവാൻ ഇടയാകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതിനെല്ലാം നിനക്ക് ഉദ്ദേശമുണ്ടല്ലോ കർത്താവെ. അതിനായിട്ട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഞങ്ങളുടെ ഇടയിൽ രോഗികളായിരിക്കുന്നവരെ തൊട്ട് സൗഖ്യമാക്കണമേ. ദൈവത്തിലുള്ള വിശ്വാസം നിമിത്തം ശരീരത്തിൽ കർത്താവെ അവർ ആഗ്രഹിക്കുന്ന പോലെ ഒരു രോഗശാന്തി കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രക്ഷിക്കപ്പെടാത്ത ബന്ധുക്കൾക്കായിട്ടും മക്കൾക്കായിട്ടും ഒക്കെ പ്രാർത്ഥിക്കുന്നവരുണ്ട് കർത്താവ്. ഞങ്ങളുടെയൊക്കെ ഭവനങ്ങളിൽ രക്ഷ ഇനിയും വളർന്ന് പന്തലിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മാനസാന്തരത്തിലേക്ക് ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ നീ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് കരുതണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃപയാൽ ഈ പ്രാർത്ഥനയെല്ലാം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ കേൾക്കണമേ പിതാവേ. ആമേൻ.